പ്രൈസ് ദി ലോർഡ്. വളരെ പ്രസക്തമായ ഈ വചനത്തിലേക്ക് ഞാൻ ഏവരുടെയും വിലയേറിയ ഏകാഗ്രതയും ശ്രദ്ധയും ആമുഖമായി ക്ഷണിക്കുന്നു. വചനം അതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ്: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് കണ്ട് അമ്മയപ്പന്മാർ 3 മാസം അവനെ ഒളിപ്പിച്ചു വച്ചു. മറ്റൊന്ന്, മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന വിളിപ്പേര് നിരസിച്ചു. ക്രിസ്തുവിൻ്റെ നിന്നയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പ്രഥമ വായനയിൽ ഈ ഭാഗം ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം മോശയും യേശുക്രിസ്തുവും തമ്മിൽ ഏകദേശം 1400 വർഷങ്ങളുടെ അകലമുണ്ട്. അത്രയും കാലം മുമ്പ്, 1.5 സഹസ്രാബ്ദം മുമ്പ് എങ്കിലും ജീവിച്ചിരുന്ന മോശ എന്ന മനുഷ്യൻ എങ്ങനെയാണ് നേരെ വരാനിരിക്കുന്ന ഒരു കാലത്ത് തനിക്കും വളരെ കാലങ്ങൾക്ക് ശേഷം പിറവി കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ നിന്ന ധനം എന്നെണ്ണാൻ സാധിക്കുന്നത്? ഈ ഒരു ഗൗരവതരമായ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യം ഈ വചനത്തിൻ്റെ ഒരു ശരി വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. ഈ സുന്ദരൻ എന്ന ആ പദപ്രയോഗം പരിഭാഷാപരമായി അത്ര കൃത്യമല്ല. ശരിയായൊരു പരിഭാഷയിൽ അത് എടുക്കേണ്ടത് മോശയുടെ ജനനത്തിങ്കൽ ശിശു അസാധാരണത്വമുള്ളവൻ എന്ന് മാതാപിതാക്കൾ കണ്ടു. അതുകൊണ്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനിയല്ല, സുന്ദരൻ ആയിരുന്നത് കൊണ്ടാണ് മാതാപിതാക്കൾ കൊല്ലാതെ വിട്ടതെങ്കിൽ, സുന്ദരനല്ലാത്തവരെയൊക്കെ കൊല്ലുകയായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേര് ഈ ലോകത്ത് കണ്ടേനെ? ഈ ക്യാമ്പും കൺവെൻഷനും ഒക്കെ നടക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ചെറുപ്പത്തിലെ അപ്പനും അമ്മയും നമ്മളെ കണ്ടപ്പോൾ സുന്ദരനല്ലെന്ന് മനസ്സിലാക്കി കൊന്നു കളഞ്ഞെങ്കിൽ ഈ 148 കോടി മനുഷ്യർ ഇന്ത്യയിലുണ്ടാവുമായിരുന്നു? ഇല്ല. അപ്പോൾ സുന്ദരനാണെങ്കിലും അല്ലെങ്കിലും അമ്മയപ്പന്മാർ നമ്മളെ പുലർത്തും. പക്ഷെ രാജ്യത്തൊരു നിയമമുണ്ട്: ആൺകുട്ടികൾ ജീവിച്ചിരുന്നുകൂടാ. ആ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഈ മോശ എന്ന കുട്ടിയിൽ ഒരു അസാധാരണത്വം മാതാപിതാക്കൾ കണ്ടു. വായിച്ച് പെട്ടെന്ന് മുമ്പോട്ട് തള്ളിവിടാൻ പറ്റിയൊരു വാക്യമല്ല. ഞാൻ അതിലേക്ക് കൂടി ഒന്ന് വരാം. ഇവിടെ തീരെ ചെറിയ കുട്ടികളെ കാണുന്നില്ല. 2 വയസ്സോ അതിൽ താഴെയൊക്കെയുള്ള തീരെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് എത്ര നേരം ഒളിപ്പിക്കാൻ പറ്റും? ഒരു ദിവസം ഒരു കുഞ്ഞിനെ ഒളിപ്പിക്കാൻ എത്ര പ്രയാസമാണെന്ന് ധരിക്കുക. ഒരു ദിവസം വേണ്ട, 1 മണിക്കൂർ ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ച് വെക്കുക പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ 3 മാസം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമാവലികളെ വെല്ലുവിളിച്ച്, രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥകളെ അതിലംഘിച്ച് ഈ കുഞ്ഞിനെ ഒളിപ്പിക്കാൻ
അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരുമിച്ച് പണിയെടുക്കണം. വലിയ റിസ്ക്കാണത്, വലിയ ഉത്തരവാദിത്വമാണത്. പക്ഷെ ഒരു കാര്യം ആമുഖമായി ഗ്രഹിക്കണം, പ്രാർത്ഥിച്ച് ലഭിച്ചതൊക്കെ സൂക്ഷിക്കാൻ വലിയ റിസ്ക്കുള്ള കാര്യമാണ്, വലിയ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. അസാധാരണത്വമുള്ളതിനെ സംരക്ഷിക്കുക വലിയൊരു ജോലിയാണ്. ദൈവനിയോഗമുള്ളതിനെ സൂക്ഷിക്കുക വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് പ്രാണൻ വച്ചുള്ള കളിയാണ്. കാരണം ഈ 3 മാസം ഒളിപ്പിച്ചു വെച്ച ഘട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തു വരാതെ, അവൻ്റെ ചിരിയും കളിയും പുറത്തു വരാതെ മാതാപിതാക്കൾ അവനെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ, ആ ശബ്ദം പുറത്തു വന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതി ആ കുഞ്ഞിനെ കൊന്നുകൊലവിളിക്കും. മാതാപിതാക്കളെ, അടുത്തടുത്തുള്ള വീടുകളെ, അടിമക്കുടിലുകളെ ഒക്കെ ഉന്മൂലനം ചെയ്യുമാറ് ഭീതിജനകമായ പരിസ്ഥിതി സംജാതമാകും. അങ്ങനെയെങ്കിൽ മോശയെ മരണത്തിന് വിടാതെ, യാതൊരു തരത്തിലെ പ്രതിസന്ധിക്കും ഏൽപ്പിച്ചു കൊടുക്കാതെ സംരക്ഷിച്ച മാതാപിതാക്കളുടെ സമർപ്പണം ആമുഖമായി പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ ഈ ഭാഗത്ത് ഗൗരവതരമായ ഒരു വിശകലനത്തിലേക്ക് നമ്മെ നയിക്കുക. വിശ്വാസം എന്ന പദത്തിൻ്റെ ആഴമേറിയൊരു സത്യം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഈ വോളിയം പോരാ, അത് തുറന്നിട്ട് ഇത്രയും സാധനമുള്ളതല്ലേ, ലോട്ടറി സൗണ്ടി വരാതെ കുറേ കൂടെ തുറന്നു വിട്ടേ, സംഗതി കൊണ്ട് പോട്ടെ. ഇത്രയേ ഉള്ളല്ലേ, ഇത്രയും പെട്ടിയിരിക്കല്ലേ, അവരുടെ കൊണ്ട് സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. നമ്മളിവിടെ കേൾക്കുന്നത് എന്താണ്? മോശ എന്ന ദൈവമനുഷ്യനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ഈ സ്ഥലവും പരിതസ്ഥിതിയും ഒക്കെ ഒന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഏകാഗ്രത നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വേണം. ശ്രദ്ധയോടിരിക്കണം എല്ലാവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഈ 3 മാസം മോശ എന്ന മനുഷ്യനെ സംരക്ഷിച്ച ആ മാതാപിതാക്കളും അവർ ജീവിച്ചിരുന്ന ഈജിപ്റ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കും മിസ്രയീമ്യരുടെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്നെണ്ണുവാൻ ആർജവം കാണിച്ച മോശയുടെ ജീവിത സമർപ്പണത്തെക്കുറിച്ചും നമുക്ക് ഒരാമുഖം ചിന്തിച്ചിട്ട് ഉള്ളടക്കത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈജിപ്റ്റ് എന്ന ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു. ഈജിപ്റ്റ് അഥവാ മിസ്രയീം എന്ന പേരിൽ നമ്മളൊക്കെ പാടുന്ന, പഠിക്കുന്ന, ചരിത്രത്തിൽ ഗ്രഹിക്കുന്ന ഒരു ഭൂപ്രദേശം. ഉത്തരാഫ്രിക്കൻ മുനമ്പാണ് നാം അറിയുന്ന ഈജിപ്റ്റ്. ഈജിപ്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഏകദേശം 96% മരുഭൂപ്രദേശമാണ്. 96% മരുഭൂമി, 4% മാത്രം ജനസാന്ദ്രതയും ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു ചുട്ടുപഴുത്ത മണലാരണ്യം. ഈ സ്ഥലം നമ്മളറിയുന്നത് പോലെ അല്പസ്വല്പമൊക്കെ ജനനിവാസത്തിന് അനുകൂലമായ കാലാവസ്ഥ വരാൻ കാരണം അതുവഴി ഒഴുകുന്ന ഒരു നദിയാണ്. ആ നദി നിങ്ങളറിയും, നൈൽ. നൈൽ നദിയുടെ സവിശേഷത കുട്ടികൾ പഠിക്കാറുണ്ട്. ലോകത്തിൽ ഏറ്റവും നീളമേറിയ നദിയാണ് നൈല്. ഈ നൈൽ നദിയുടെ ഒഴുക്കാണ് ഈജിപ്തിൻ്റെ ജീവസുറ്റ അനുഭവത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ചരിത്രകാരന്മാർ നൈലിനെ വിളിച്ചു ഈജിപ്തിൻ്റെ ജീവനാഡി. ഇനി ഈജിപ്തിനെ വിളിച്ചു നൈലിൻ്റെ ദാനം. ഇത് പഠിക്കാത്ത ആളുകൾ കുറവാണ്. നൈലിൻ്റെ ദാനമെന്ന് വിളിച്ച ഈജിപ്റ്റ്, ഈജിപ്തിൻ്റെ ജീവനാഡി എന്ന് വിളിച്ച നൈൽ. ഈ ഭൂപ്രദേശത്തിന് അവിടുത്തെ ജനങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട്. അത് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ഭൂപ്രദേശത്തുള്ള മനുഷ്യർ പൊതുവെ ബഹുദൈവ വിശ്വാസികളാണ്. നിരവധി ദേവീദേവ സങ്കല്പങ്ങളെ അവർ വിശ്വസിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി ദൈവസങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട ദേവന്മാരുൾപ്പെടെ
സാധാരണഗതിയിൽ ആരാധിച്ചു പോരുന്ന ആരാധനാമൂർത്തികളെ, സങ്കല്പങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസധാരയിൽ 2400 പരം ദേവീദേവ സങ്കല്പങ്ങളുണ്ടായിരുന്നു. അത്തരം ഒരു പൊളിതെയിസ്റ്റിക് ബിലീഫ്, ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചു പോരുന്ന ജനത. എങ്കിലും ഇവരുടെ പ്രധാന ദേവൻ സൂര്യനായിരുന്നു. സൂര്യന് ഈജിപ്തുകാർ ഒരു സ്ഥാനപ്പേറിട്ട് വിളിച്ചു. അത് റേ എന്നായിരുന്നു. നമ്മൾ മെഡിക്കൽ കോളേജിനടുത്താണല്ലോ, എക്സ്റേ എന്ന് പറയുമല്ലോ. റേ കിരണമാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതെന്തോ അത് റേ ആണ്, കിരണം. റേ എന്ന് വിളിക്കുന്ന സൂര്യനെ കൂടാതെ ഈജിപ്തുകാർ ദേവസങ്കല്പത്തിൽ പ്രാധാന്യം കൊടുത്ത് മറ്റൊന്ന് ഇതുവഴി ഒഴുകുന്ന നൈൽ നദിയായിരുന്നു. നൈൽ അവർക്കൊരു ദേവനായിരുന്നു. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നദികൾക്ക് ദേവതാസങ്കല്പമെങ്കിൽ ഒരു സ്ത്രീലിംഗ പരിവേഷമാണ് നദികൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഈജിപ്തുകാർ നൈൽ നദി ഒരു ദേവനായിരുന്നു, പുരുഷഭാവമുള്ള ഒരു ദേവൻ. നൈലിനും സൂര്യനുമിടയിൽ നൂറുകണക്കിനായ ദൈവസങ്കല്പങ്ങളെ ആരാധിച്ചു പോരുന്ന അവർ ഈ കൂടെ ഒരു ചെടിയും ദൈവസങ്കല്പമായി കണ്ടു. അതിൻ്റെ പേര് പാപ്പിറസ് എന്നായിരുന്നു. പാപ്പിറസ് ചെടിയെ ദൈവമായി കാണുന്നതിൻ്റെ കാരണം ആ ചെടിയുടെ ആകൃതിയായിരുന്നു. ആ ചെടിയുടെ ആകൃതി, അതിൻ്റെ കാണ്ഡം ത്രികോണാകൃതിയായിരുന്നു. ത്രികോണാകൃതിയായ കാണ്ഡമുള്ള അതിൻ്റെ കതിരുകൾ അല്ലെങ്കിൽ ഇലകൾ കതിര് പോലെയായിരുന്നു. കതിർ പോലെയുള്ള ഇലകൾ സൂര്യപ്രകാശത്തെയും അതിൻ്റെ ത്രികോണാകൃതിയുള്ള കാണ്ഡം അവരുടെ ശവകുടീരമായ പിരമിഡിനെയും സൂചിപ്പിക്കൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്കെന്ന അർത്ഥത്തിൽ, പിരമിഡിൻ്റെ ഉള്ളിൽ നിന്ന് ചെങ്കതിര് വിടരുന്ന സൂര്യൻ്റെ അരികിലേക്കെന്ന അർത്ഥത്തിൽ അവർ ഈ ചെടിയെ വിശുദ്ധ വസ്തുവായി കണ്ടു. അതുകൊണ്ട് ഈ ചെടി മുറിക്കുന്നതിനോ അത് നശിപ്പിക്കുന്നതിനോ ഒന്നും അനുവാദമില്ല. ആ ചെടിയെയും പൂജിക്കും, അത് വിലപിടിപ്പുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട ദൈവസങ്കല്പങ്ങളുടെ നാട്. നിങ്ങൾക്ക് മുഷിയില്ല എങ്കിൽ ഇത് കൂടാതെയുള്ള ഒരു ചെറിയ ചരിത്രം കൂടി അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പശ്ചാത്തലം വിടാം. ഞാൻ പറഞ്ഞു, സൂര്യൻ ഈജിപ്തുകാർക്കു ദേവനാണ്. ചന്ദ്രനെയും ഭൂമിയെയും ചരാചരങ്ങളെയും ഒക്കെ അവരങ്ങനെ ബഹുമാനിക്കുന്നു. അവ കൂടാതെ നൈൽ അവർക്കു ദേവനാണ്. ഇവയൊന്നും കൂടാതെ ഈജിപ്തുകാർ ഒരാരാധനാ സങ്കല്പത്തെ കൂടി വണങ്ങി. അത് മരിച്ചുപോയ മനുഷ്യരുടെ ഭൗതിക ശരീരത്തെയാണ്. അതുമല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശവശരീരം അവർക്ക് ആരാധന വസ്തുവായിരുന്നു. ശവശരീരം അത് ഒന്ന് വിശദീകരിക്കാനുണ്ട്. ഒരുവൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ പണം ചിലവഴിച്ചാണ് ഈജിപ്തുകാർ ശവമടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പണച്ചിലവ് വിവാഹത്തിനും മറ്റുമൊക്കെ ആണെങ്കിൽ ഈജിപ്തിൽ ഏറ്റവും അധികം പണച്ചിലവ് വരുന്നത് മരിച്ചുപോയ മനുഷ്യൻ്റെ സംസ്കാരത്തോട് ബന്ധപ്പെട്ടാണ്. അന്ന് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ആളുകൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതുപോലെ ഉണക്കി ദ്രവീകരിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ ഈ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആയുധങ്ങൾക്ക് തത്തുല്യമായി സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആയുധങ്ങൾ, സ്വർണ്ണക്കരണ്ടികൾ, പാനപാത്രങ്ങൾ, ഇവയൊക്കെ കൊണ്ട് ഈ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് വെക്കണം. തീരെ ദരിദ്രനായ ഒരുവൻ്റെ മരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മരണത്തിൻ്റെ അന്ന് ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വച്ച ശേഷം ഈജിപ്തുകാർ മനുഷ്യൻ്റെ ശവശരീരത്തെ സംസ്കരിക്കുന്നത് കുഴിയെടുത്തല്ല, മറിച്ച് വീടിനുള്ളിൽ വിലപിടിപ്പുള്ളൊരു കട്ടിലിട്ട ശേഷം ആ കട്ടിലിൽ ഈ ശവശരീരം കിടത്തി ഈ കട്ടിലിന് ചുറ്റും ഒരു ടോമ്പ്, ഒരു കല്ലറ മുകളിലേക്ക് കെട്ടി വാർത്ത് അതിനുള്ളിൽ ഇയാളെ സംസ്കരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ പരേതൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ വീട്ടിലുണ്ട് എന്ന് തോന്നാൻ ബാക്കി ആളുകൾ അതിന് ചുറ്റുമിരുന്ന് പാടും, പ്രാർത്ഥിക്കും. ഈ ആളിനോട് നിരന്തരം അവരുടെ അഭയയാചന കഴിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈജിപ്തിലെ ഒരു സാധുവായ മനുഷ്യൻ്റെ മരണ ശുശ്രൂഷ അല്ലെങ്കിൽ ശവസംസ്കാരം. ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എക്സ്പെൻസീവായൊരു ബറിയൽ, ഒരു ഫ്യൂണറൽ
അദ്ദേഹത്തിന് കൊടുക്കണം എന്നത് സാധുക്കളായ മനുഷ്യരെ എപ്പോഴും ആശങ്കപ്പെടുത്തി. കാരണം ഇത്രയും ചിലവിട്ട് ഒരാളെ സംസ്കരിക്കുക പ്രയാസമാണ്. ഒരു പരിധിവരെ അത് നല്ലതാണ്. കാരണം പ്രായമുള്ള മനുഷ്യരും മരിക്കാതെ നമ്മൾ സംരക്ഷിക്കുമല്ലോ. കാരണം എന്താ, പൈസ മുടക്കുമല്ലോ എന്ന് ഓർത്തെങ്കിലും ഇല്ലേ? അപ്പം ഞാൻ ഈജിപ്തുകാരെക്കുറിച്ച് ഓർക്കാറുണ്ട്. വീട്ടിൽ അപ്പച്ചനോ അമ്മച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പേടിയായിരിക്കും. അപ്പോഴേ ഈ മക്കളെല്ലാം പറയും, അപ്പച്ച എന്തോ വേണേലും തരാം. പെട്ടെന്നൊന്നും ഒരു പ്രോഗ്രാം ഉണ്ടാകാത്ത വിധത്തിൽ അല്ലേ? അങ്ങനെ വളരെ ബഹുമാനിക്കും. അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ഈജിപ്തിലെ ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞ പോരാ, രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ ശവമടക്ക് കൂടി പറഞ്ഞിട്ട് ആ മുഷിപ്പൻ ചരിത്രം വിട്ടേക്കാം. നേരെ ബൈബിളിലേക്ക് കിടക്കുകയാണ്. സന്തോഷമല്ലേ? നമ്മുടെ അറിയില്ല ഈജിപ്തിലെ ചക്രവർത്തിയുടെ മരണം പഴയ സംഭവമായി. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എങ്ങും ചക്രവർത്തിമാരുണ്ടോയെന്ന് അറിയില്ലല്ലേ? എവിടെയില്ല. ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ചൊരു പദമാണ് ഈ രാജാവ്, മഹാറാണി. ഇതൊക്കെ പത്രക്കാർ ഇതുവരെ ഭരണഘടന കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരം രാജകുടുംബത്തിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ അമ്മ മഹാറാണി നാട് നീങ്ങി എന്നൊക്കെ എഴുതി ഇപ്പോഴും വിടുന്നുണ്ട്. ഭരണഘടന നിയമം മൂലം നിരോധിച്ചതാണ് ഇത്തിരി വേടുകൾ. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറവോയുടെ മരണം എങ്ങനെയാണ് എന്നുകൂടി പറഞ്ഞിട്ട് വേണം എന്താണ് മോശ നിരസിച്ചത്. തൻ്റെ ജീവിതത്തിൽ മോശ നിരാകരിച്ചത് എന്താണ്? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന എങ്ങനെയാണ് മോശ ധനമെന്നെണ്ണിയത് ഇത്യാദി വസ്തുതകളുടെ ആഴങ്ങളിൽ സഞ്ചരിക്കാൻ ഈ പറയപ്പെട്ട വിഷയത്തിലൂടെ നമ്മുടെ ഏകാഗ്രത ഒന്ന് കടന്നു വരണം. ഹല്ലേലൂയ. അപ്പോൾ ഇനി എന്താണ് ഒരു ഈജിപ്തിലെ ചക്രവർത്തിയുടെ ശവസംസ്കാരം? ഈജിപ്തിലെ ചക്രവർത്തിയുടെ സ്ഥാനം പേരാണ് ഫറവോ. മലയാളം ബൈബിളിൽ കിടക്കുന്ന ഫറവോൻ എന്ന പ്രയോഗമല്ല ശരി, ഫറവോ എന്ന് പറഞ്ഞാൽ മതി. ദ ഗ്രേറ്റ് ഹൗസ് ഹോൾഡ്, മഹത്തായ ഭവനം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഫറവോയുടെ എന്ന പ്രത്യയമാണ് വേണ്ടത്, ഫറവോൻ്റെ എന്നല്ല. എന്നാൽ നമ്മൾ സ്ഥിരം ഉപയോഗിച്ച് ഫറവോൻ്റെ എന്ന് പറയുന്നത് കൊണ്ട് ഞാനും ആ വിധത്തിൽ പറഞ്ഞു പോകും. അതിൽ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ പറയേണ്ടത് ഫറവോയുടെ എന്ന് വേണം. ഫറവോയുടെ മരണമെങ്ങനെ, അതിനുശേഷമുള്ള രീതികൾ, സംസ്കാര രീതികൾ എങ്ങനെയെന്ന് ഞാൻ പറയാം. മരിച്ചത് ഫറവോ എങ്കിൽ അയാളുടെ നാടി പിടിച്ച് കൊട്ടാരം വൈദ്യന്മാർ മരണമുറപ്പിക്കുകയാണ് ആദ്യത്തെ നടപടി. നാടി പിടിച്ച് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ മരണമുറപ്പിച്ചാലുടൻ ഈ ഭൗതിക ശരീരം ഒരു തളത്തിലേക്ക് കിടത്തും, ഒരു കൽത്തളത്തിൽ. എന്നിട്ട് അയാളുടെ മൂക്കിലേക്ക് നീളമുള്ള ഒരു മുളന്തണ്ട് കുത്തിയിറക്കും. ഇസിനോഫീലിയുള്ളൊരു തുമ്മരുത്. ഒന്നാമത് മെഡിക്കൽ കോളേജൊക്കെ അടുത്താണ്. ഇങ്ങനെ ആളുകൾ ആഞ്ഞു വരുന്നതുകൊണ്ട് പറഞ്ഞാണ്. ഫറവോയുടെ ശവശരീരത്തിലേക്ക് നീളമുള്ളൊരു മുളന്തണ്ട് മൂക്കിലേക്ക് കുത്തിയിറക്കും. എന്നിട്ട് പച്ചമരുന്നുകളുടെ ഒരു ലായനി, പ്രത്യേകതരം കെമിക്കലുകൾ ചേർത്ത് ഫറവോയുടെ മൂക്കിലേക്ക് ഒഴിക്കും. അല്പനിമിഷത്തിനുള്ളിൽ ഈ ശവശരീരം ഒന്ന് കമഴ്ത്തി കിടത്തും. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് മുഴുവൻ ദ്രവിച്ച് പുറത്തുപോയി. ഇപ്പം തലക്കുള്ളിലൊന്നുമില്ല. ഈജിപ്തുകാർ വിശ്വസിച്ചത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടും വേണ്ടാത്ത ഒരു പാർട്ടാണ് തലച്ചോറ്. അത് പോയതോടെ രക്ഷപ്പെട്ടു. അതങ്ങ് പോയി കിട്ടി, സന്തോഷം. ഇനി രാജാവ് മരിക്കില്ല, കാരണം തലച്ചോറ് പോയി. ഇതിരുന്നാണ് ഈ കുഴപ്പം. അതുകൊണ്ട് അവർ പറയാൻ തുടങ്ങും, രാജാവ് ഇമ്മോർട്ടലായി, രാജാവ് അമർത്യനായി, രാജാവിന് ഇനി മരിക്കാനാവില്ല, അമർത്യനായി. ഇനി രാജാവിനെ മലർത്തിക്കിടത്തി അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഒരു ഭാഗത്ത് നേരിയൊരു സുഷിരമുണ്ടാക്കി ആന്തരിക അവയവങ്ങൾ വളരെ ആസൂത്രിതമായ വിധത്തിൽ പുറത്തേക്കെടുത്ത് മുമ്പ് പറഞ്ഞ പച്ചമരുന്നുകളുടെ കൂട്ടിൽ മുക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ
ആന്തരിക അവയവങ്ങളെ സൂര്യവെളിച്ചത്തിൽ ഉണക്കിയെടുക്കും. സൂര്യവെളിച്ചത്തിൽ ഉണക്കിയെടുക്കാൻ 40 മുതൽ 70 വരെ ദിവസം വേണം. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതിനെ തിരിച്ചു കയറ്റും. എന്നിട്ട് ഏറ്റവും അധികം ചിലവുള്ള എക്സ്പെൻസീവായ ശവമടക്ക് ഈജിപ്തിലെ ഫറവോയുടേതാണ്. അയാളുടെ ശവശരീരത്തിലേക്ക് 4 ഇഞ്ച് കനമുള്ള വളരെയധികം നീളമുള്ള ലിനൻ തുണി പ്രത്യേകതരം പെർഫ്യൂമിലിട്ട് ആ പെരുവിരൽ മുതൽ തലവര ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ചുറ്റി 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 എത്ര മെലിഞ്ഞിരിക്കുന്ന ആളെയും ഭീമാകാര രൂപിയാക്കി അങ്ങനെ ചുറ്റി ചുറ്റി വീർപ്പിച്ച് തലയിൽ സ്വർണം കൊണ്ടുള്ളൊരു ഹെൽമറ്റ് വെച്ച് ഈ ശരീരമാസകലം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത ശേഷം ഇയാളിൻ്റെ ശവകുടീരം റെഡിയായി കഴിഞ്ഞു. ഒരു ശവപ്പെട്ടിക്കുള്ളിൽ വെക്കും. ആ തടിപ്പെട്ടി എടുത്ത് ഒരു വെള്ളിപ്പെട്ടിയിൽ വെക്കും. വെള്ളിപ്പെട്ടി എടുത്ത് ഒരു സ്വർണ്ണ പേടകത്തിൽ വെക്കും. എന്നിട്ട് ഇതിന് ചുറ്റും ഒരു കല്ലറ കെട്ടി വാർക്കും. കല്ലറ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നിന്ന് തിരിയാനിടമില്ലാത്ത നമ്മുടെ ആ സെല്ലാണ്. അതോർത്തൊന്നും പേടിക്കണ്ട. ഈജിപ്തിലെ ഒരു ഫറവോ കിടക്കുന്ന ശവകുടീരത്തിൻ്റെ വലിപ്പം 13 ഏക്കറാണ്. 13 ഏക്കറിൽ ഏകദേശം 450 ഉയരത്തിൽ ആധുനിക വാസ്തുവിദ്യയുടെ ചിന്താപദ്ധതിയെ മുഴുവൻ അമ്പരപ്പിക്കും വിധം അമ്പരചുംബിയായ ബഹുനില കെട്ടിടം പോലെ നിൽക്കുന്ന ഈജിപ്തിലെ പിരമിഡ്. ഈ പിരമിഡിനുള്ളിലാണ് ഫറവോ ഉറങ്ങുക. മാത്രമല്ല, ഫറവോടെ ഈ പിരമിഡിനുള്ളിലേക്ക് നിങ്ങൾ ചെന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി കാഴ്ചകളാ. ഞാൻ സമയക്കുറവ് കൊണ്ട് അതിലേക്ക് ഒത്തിരി കിടക്കുന്നില്ല. ഈ മരിച്ചത് ഫറവോ ആയതുകൊണ്ട് അവർ വിശ്വസിക്കുന്നു രാജാവ് മരിച്ചിട്ടില്ല, മറ്റൊരു ലോകത്തുണർന്നിരിക്കുന്നു രാജാവ്. അതുകൊണ്ട് രാജാവിൻ്റെ ഇഷ്ടസേവകന്മാരെ, രാജാവിൻ്റെ ഇഷ്ടപത്നിമാരെ ഒക്കെ കൊന്ന് ഈ കൂടെ സംസ്കരിക്കും. മനസ്സിലായോ? അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ രാജാവുമായിട്ട് എനിക്ക് ഏറ്റവും അധികം സമ്പർക്കമെന്ന് പറഞ്ഞ ഒരു സൈനികനും ഇങ്ങനെ ഇടിച്ച് നീക്കിയല്ല. അവരെയും കൊന്നിട്ട് ഈ കൂടെ സംസ്കരിക്കും. അതുകൊണ്ട് ഈജിപ്ഷ്യരുടെ ആ സംസ്കാരവും രീതിയും ഒക്കെ മനസ്സിലായി നിങ്ങൾക്ക്. ഓക്കെ, പിരമിഡ് എന്താണെന്ന് മനസ്സിലായി. ഇവിടെയാണ് ദൈവപുരുഷനായ മോശ ജനിച്ചത്, ഈ ഈജിപ്തിലാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഒറ്റ കാര്യം കൂടി. ഇനി പറയുന്ന കാര്യം ഭയമില്ലാത്തവരും മാത്രമേ കേട്ടിരിക്കാവൂ. വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. എന്തെന്നാൽ ഈജിപ്റ്റ് ആഭിചാരകർമ്മങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ്. മാന്ത്രിക പദ്ധതികൾക്ക് പേരുകേട്ട സ്ഥലമാണ്. മന്ത്രതന്ത്രാദികളിലൂടെ ആളുകളെ വിറപ്പിക്കുന്ന മന്ത്രവാദികളുടെ നാടാണ്. ആ മന്ത്രവാദികൾക്ക് പല ഘട്ടങ്ങളിലും മോശയുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഈ മന്ത്രവാദ ശക്തിയുടെ ആധികാരികതയൊന്ന് വെളിപ്പെടുത്താൻ ഞാനൊരു വസ്തുത പറഞ്ഞ് അവിടെ ഉപസംഹരിച്ചു കൊള്ളാം. ഈ ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടം, നമ്മുടെ ഇന്ത്യയൊക്കെ അവർ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടം. ഈ ഈജിപ്തിലെ പിരമിഡുകളുടെ പരിസരങ്ങളിലൂടെ സയൻറ്റിസ്റ്റുകളൊരു സംഘം ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ അവിടെ ചരിത്രപ്രസിദ്ധമായ ഈജിപ്തിലെ പിരമിഡുകൾക്ക് മുമ്പിൽ കാവലാളുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രാകൃതമായ ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ അപ്പോഴും നടക്കുന്നുണ്ട്. പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. കാവൽ നിൽക്കുന്ന ഒരാളോട് ഈ പോയ സയൻറ്റിസ്റ്റുകളുടെ സംഘത്തലവൻ പറഞ്ഞു, ഇതിനകത്തേക്ക് ഞങ്ങൾക്കൊന്ന് കടക്കണം, അനുവദിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഈ എഴുതി വെച്ച ഈജിപ്ഷ്യൻ ഭാഷയിലെ ബോർഡ് വായിക്കുക. അതിലെഴുതിയിട്ടുണ്ട്, ഫറവോ ഉറങ്ങുകയാണ്. യാതൊരുവൻ ഫറവോയുടെ ഉറക്കം ഏതെങ്കിലും വിധത്തിൽ ശല്യപ്പെടുത്തുന്നുവോ അവൻ മരണത്തിനൊരുങ്ങിക്കൊള്ളുക. ഇതാ എഴുതി വച്ചിരിക്കുന്നത്. അതങ്ങോട്ട് പ്രവേശനമില്ല. സാഹിബ് ഇത് കേട്ടിട്ട് പുള്ളി പറഞ്ഞ് മാറാൻ പറഞ്ഞു. ഈ ഒരു സംഘം ഇതിനകത്തേക്ക് നുഴഞ്ഞു കയറി പടിക്കെട്ടുകൾ കടന്നും ഇടനാഴികൾ കടന്നും
ആരെയും അമ്പരപ്പിക്കുന്ന വഴിക്കുള്ളിലെ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ഉപവഴികളും മാർഗങ്ങളുമൊക്കെ കടന്ന് കുറ്റാക്കുറ്റിരുട്ടിലേക്ക് അവരമരുമ്പോൾ കയ്യിൽ കരുതിയ വെളിച്ചമൊക്കെ പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പരപ്പിക്കുന്നൊരു കാഴ്ച. പത്മരാഗക്കല്ലുകൾ, പവിഴമുത്തുകൾ, ഗോമേതക കല്ലുകൾ, വജ്രവും വൈഡൂര്യവും മാണിക്യമുത്തുകളുമൊക്കെ വിളങ്ങുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാവലയത്തിനുള്ളിൽ ഒരു ശവപേടകം അങ്ങനെ കിടക്കുന്നു. ഈ ശവപേടകത്തിൻ്റെ മൂടി ഇവരെടുത്തു മാറ്റി. സ്വർണ്ണനിർമ്മിത എടുത്തു മാറ്റുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനും 2500 കൊല്ലങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ഈജിപ്തിലെ ഒരു ഫറവോയുടെ ശവകുടീരമായിരുന്നു അത്. അയാൾ മരിച്ചത് കവിളിൽ ഒരു വിഷ ഈച്ച കുത്തിയായിരുന്നു. ഈജിപ്റ്റ് ഈച്ചകളുടെ നാട് കൂടിയാണ്. ഈച്ചകളെ പൂജിക്കുന്നവരുടെ നാടാണ്. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, ബയൽസബൂൽ ഈസ് ദ കിങ് ഓഫ് ഫ്ലൈസ്. ഈച്ചകളുടെ രാജാവെന്ന് വിളിക്കുന്ന ബയൽസബൂൽ എന്ന് വിളിക്കുന്നൊരു വിഷ ഈച്ച കുത്തി ആ വിഷബാധയേറ്റ് മരിച്ചു കിടക്കുന്ന ഈ ഫറവോയുടെ ബോഡി കണ്ടു. ഇത്രയും കാലം പഴക്കമുണ്ടായിട്ടും കാര്യമായ ജീർണത സംഭവിക്കാതെ കിടക്കുന്ന ഈ ബോഡി അവരിതെല്ലാം അടച്ചു. അത്യാവശ്യം കൊള്ളയിടാനൊക്കെ പദ്ധതിയിട്ടു. കാരണം ബ്രിട്ടീഷുകാരല്ലേ, അടിച്ചു മാറ്റാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ സാധനമൊക്കെ, കിട്ടിയ വസ്തുക്കളൊക്കെ പലതും അടിച്ചു മാറ്റി. എന്നിട്ടും എല്ലാം ഒന്നും ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി രസമതല്ല, മടക്കയാത്രയിൽ ഈ സംഘത്തലവന്മാരിൽ ഇതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട 3 ഗവേഷകരും ആകസ്മികമായി മരിച്ചു. അതിൽ ഒരുവൻ മരിച്ചത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മൂർഖൻ കവിളിൽ കുത്തിയാണ്. എവിടെയാണോ ഫറവോയുടെ ശരീരത്ത് വിഷ ഈച്ച കുത്തിയത്, അതേ സ്ഥാനത്ത് ഇയാൾ കവിളിൽ ഈ പാമ്പ് കുത്തി മരിച്ചു. ഇതിലെന്തെങ്കിലും കാര്യകാരണങ്ങളുണ്ടോ, കാര്യമില്ലാഴികയുണ്ടോ, ഇതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഈജിപ്റ്റ് ദുരൂഹതകളുടെ നാടാണ്. ഈജിപ്റ്റ് ആർക്കും പെട്ടെന്ന് പിടികൊടുക്കാത്ത അതിശക്തരായ മാന്ത്രികന്മാരുടെ തറവാടാണ്. ഇരുട്ടിൻ്റെ കൂടാരമാണ്. പൈശാചിക ശക്തികളുടെ കോട്ടയാണ്. അവിടെ സത്യദൈവത്തെ വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നടുവിൽ ചെറ്റക്കുടിലുകൾക്കുള്ളിൽ ആയിരക്കണക്കിനായി വരുന്ന അടിമകൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ കുടുംബത്തിൽ ഒരു ദൈവമകൻ പിറന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ദൈവപുരുഷനായ മോശ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം കൊടുത്ത ആ മനുഷ്യനാണ് കാലത്തിൻ്റെ മുഴുവൻ ഗതി തിരിച്ചു വിട്ടതെങ്കിൽ ഏതിരുട്ടിൻ്റെ കൂടാരത്തിലും പ്രാർത്ഥനയുള്ളവൻ്റെ വഴി ശുഭമാക്കാൻ കഴിയുന്ന മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തിയോട് നേരിടാൻ ഉലകത്തിലൊരു ആഭിചാര കർമ്മത്തിനും കഴിയുകയില്ലെങ്കിൽ എല്ലാ ആഭിചാര കർമ്മത്തെയും മാന്ത്രിക ശക്തിയെയും വെല്ലുവിളിക്കാൻ കേൾപ്പുള്ള ഉലകത്തിലെ ഒരേ ഒരു ശക്തി നസ്രായനായ യേശുവിൻ്റെ പരിശുദ്ധ രക്തമെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ്റെ രക്തം ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് രോഗശാന്തിയാണ്. അവൻ്റെ രക്തം വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജീവൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്താണ്. അതുകൊണ്ട് മിസ്രൈമിൽ കണ്ട ഈ നിക്ഷേപങ്ങളുടെ ബാഹുല്യത്തെക്കാൾ ഭക്തൻ ഹൃദയം തുറന്ന് പറയേണ്ടത്, ഞാൻ ഈ ഭൗമിക ലോകത്ത് കാണുന്ന പത്മരാഗ കല്ലുകളെക്കാൾ, പവിഴമുത്തുകളെക്കാൾ, സ്വർണത്തെക്കാൾ, വിലപിടിപ്പുള്ള നിക്ഷേപത്തെക്കാൾ നിന്റെ നിന്ന ധനമെന്നെണ്ണിക്കൊണ്ട് ശ്രേഷ്ഠകരമായ ആ ജീവിതത്തിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ ഇന്ന് വന്നിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് മനസ്സുണ്ട്? അവർ അനുഗ്രഹിക്കപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളർന്നു വന്നു. ഇവൻ്റെ ജനനത്തിന് മുമ്പേ അഹരോനും ഒക്കെ ഉണ്ട് അവിടെ. അഹരോൻ ജനിക്കുന്നതും നിയമവിരുദ്ധമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്ന് നിയമം ഇത്ര കർശനമാവില്ല. കടന്നുപോയി പിടിച്ചാളുകളെ കൊലപ്പെടുത്താൻ ഫറവോ അയച്ചിരിക്കുന്ന കൊട്ടാരത്തിലെ സൈനിക നേതാദികളും ചാരപ്പടകളുടെയും കണ്ണുവെട്ടിച്ച് അഹരോൻ അവിടെ വളരുന്നുണ്ട്. അതേ വീട്ടിൽ
കാലമധികം താമസിക്കാതെ ദൈവം അവർക്കൊരു മകനെ കൊടുത്തു. ആ മകൻ്റെ പേരാണ് മോശ. സ്തോത്രം. മോശ ജനിച്ചു. ഒരു 90 ദിവസമൊക്കെ വീട്ടിൽ വളർത്തി. ഇനി ആ വീട്ടിൽ വളർത്തിക്കൂടാ. കാരണം നിയമം കട്ടിയായി. യാതൊരുവനത് റിപ്പോർട്ട് ചെയ്യുന്നുവോ വാർത്തയങ്ങ് എത്തിക്കഴിഞ്ഞാൽ അടിമക്കുടിലുകളൊക്കെ അഗ്നിക്കിരയാക്കും. അപ്പനെ അമ്മയെയും അതിക്രൂരമായി ആക്രമിക്കും. കുറ്റമൊളിപ്പിച്ചു വച്ച കൂട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ പ്രശ്നമാകും. ആകെ സ്ഥിതി മാറും. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോശയുടെ അപ്പൻ അന്ന് ആ പ്രവൃത്തിക്ക് വേണ്ടി മനസ്സൊരു വിധത്തിൽ കഠിനമാക്കി. ഇനി ഇവനെ വീട്ടിൽ വളർത്തിക്കൂടാ. അദ്ദേഹം ചെന്നു. നൈൽ നദിയുടെ തീരത്ത് വിടരുന്ന ഒരുതരം ചെടികളില്ലേ, ഞാങ്ങണയെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പാപ്പിറസ് ചെടി. ആ പാപ്പിറസ് ചെടിയുടെ ചുവട് വെട്ടി, ആ പാപ്പിറസ് ചെടിയുടെ തല വെട്ടി, ആ ചെടികൾ അതിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന അതിൻ്റെ ബാഹ്യഭാഗത്തുള്ള ഈറ്റ പോലുള്ള ആ ഭാഗങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് മെടഞ്ഞ് അദ്ദേഹം ഒരു ചതുരപ്പെട്ടി ഉണ്ടാക്കി. പെട്ടകമെന്ന് നമ്മളതിന് പറയുക. അതിനകത്തേക്ക് വെള്ളം കടക്കാതെ പശ തുത്തു. അതിനകത്തേക്ക് മാർദ്ദവമുള്ള തുണി വെച്ചു. ഇതൊക്കെ കൊണ്ടുവന്ന് വളരെ മനോഹരമായി മോശ എന്ന കുഞ്ഞിനെ കിടത്താൻ പാകത്തിന് സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ നിശ്ചയദാർഢ്യമുള്ള ആ അപ്പൻ്റെ അരികിലേക്ക് ആ വീട്ടിലെ പെൺകുട്ടി വന്ന് ചോദിക്കുക, അപ്പ എന്തായി ചെയ്യുന്നത്? ഇതെന്തിനാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൻ പറഞ്ഞു, ഇതേ നമ്മുടെ കുഞ്ഞുവാവെ കിടത്താനുള്ള തൊട്ടിയാ. പക്ഷേ ആ പെണ്ണിനറിയില്ല, ഇത് കുഞ്ഞുവാവയ്ക്ക് താരാട്ടുപാട്ടി വീട്ടിൽ കളിപ്പിക്കാനല്ല, മറിച്ച് ഈ കുഞ്ഞുവാവ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ നാട് മുഴുവൻ ഇളകും. അടുത്തടുത്തുള്ള അടിമക്കുടിലുകൾക്ക് തീവെക്കും. സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ഇനി ഇവനെ ഇവിടെ വളർത്തിക്കൂടാ, വെള്ളത്തിൽ ഒഴുക്കണം. പക്ഷേ ഈ കുഞ്ഞിൻ്റെ ചിരിയും കരച്ചിലും പുറത്തു വരാതെ രക്തബന്ധത്തിൻ്റെ ആധികാരികതയിൽ ഈ കുഞ്ഞിനെ മാറിൽ ചേർത്ത് വളർത്തി ഈ 90 ദിവസം പരിപാലിച്ച അവൻ്റെ ചേച്ചിയില്ലേ മിറിയാം, അവൻ അസഹനീയമാണ് അവൾക്ക് ഈ വാർത്ത കേൾക്കുന്നത്. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത, ഈ കുഞ്ഞിനെ നിരാകരിക്കുന്നു എന്ന വാർത്ത. പക്ഷേ ഈ പിൻവിളിയൊന്നും കേൾക്കാതെ അപ്പൻ ഈ പെട്ടകവും അതിനുള്ളിൽ ഈ മോശയെയും അടച്ചുകൊണ്ട് നേരെ പോവുകയാണ്. ദാ അതുവഴി ഒഴുകുന്ന നീല നദിയുടെ മാറിലേക്ക് ഈ കുഞ്ഞിനെ വെച്ചുകൊടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ മിറിയാം പിന്നാലെ പോകുകയാണ്. അപ്പൻ എന്തിനാണ് അസ്വാഭാവികമായ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഇന്ന് തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്കൊരു കാഴ്ച ഇവിടെ കാണാം. ഇതാ നീല നദിയുടെ നടുവിലൂടെ ഒരു കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം മരിക്കാതെ ഒഴുകിപ്പോവുകയാണ്. ജീവനുള്ള ശരീരം. ഈ ജീവനുള്ള ശരീരത്തെയും നൈൽ നദിയെയും തമ്മിൽ അകറ്റുന്നത് കേവലമായ ഒരു പെട്ടകം, അതിനുള്ളിലെ ഒരു ചെറിയ സുഷിരം മതി ഈ കുട്ടിയെ നശിപ്പിച്ച് കളവാൻ. പക്ഷേ ഈ കുട്ടി കേവലം ഒരു കുഞ്ഞല്ല, അസാധാരണത്വമുള്ള ഒരു വാഗ്ദത്തത്തിൻ പൈതലാണെങ്കിൽ ഈ സുഷിരമൊന്നും പോരാ അവനെ തകർക്കാൻ. എങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഓർക്കണം, എത്രയോ അസാധാരണത്വത്തിൻ്റെ കാവലാണ് എന്നെയും നിങ്ങളെയും ജയോത്സവത്തോടെ ഈ രാത്രി ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ മരണത്തിനേൽപ്പിച്ച് കൊടുക്കാതെ തോൽവിക്ക് വഴങ്ങാതെ ജയോത്സവത്തോടെ നമ്മെ നിർത്തിയ ക്രിസ്തുവിൽ നമ്മെ ഇന്നും ആ ജയോത്സവത്തോടെ തുടരാൻ അനുവദിക്കുന്ന ആ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇതുവഴി ഈ കുഞ്ഞൊഴുകുമ്പോൾ ഒരു കാഴ്ച കാണാം. ഞാൻ പറഞ്ഞു, ഈ നൈല് ഇവരുടെ ഒരു പ്രധാന ദേവനാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് ഇതുവഴി ഒഴുകുന്ന മോശ. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനും ഈജിപ്തിലെ ദേശാധിപശക്തിയും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം. അതുവഴി ഒഴുകുന്ന മോശയെ കണ്ടാൽ, ആ മോശയെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന നൈൽ നദിയെ കണ്ടാൽ കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ലെങ്കിൽ 430 വർഷം തൻ്റെ ജനം പ്രാർത്ഥിച്ചു പ്രാപിച്ച വിലപിടിപ്പുള്ള ഒരു പൈതലിനെ വിഴുങ്ങാൻ ഈ നദി ഗർജിച്ച് ഇതുവഴി ഒഴുകുമ്പോൾ ഭക്തനൊരു കാര്യം അറിയാം, അങ്ങനൊന്നും പ്രതികൂലത്തിന് വിട്ടുകൊടുക്കാൻ കഴിയാതെ 430 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തിയ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു പ്രതിരോധമുണ്ട്. അതിനെ കടന്ന് ഈ കുഞ്ഞിൻ്റെ മീതെ ഒരിക്കലും കവച്ചു വെക്കാൻ കഴിയാതെ ഈ നദിയുടെ ഒഴുക്കിനെ
വിശ്വാസത്താൽ ഗതി തിരിച്ചു വിടാൻ അതിന്റെ അലമാലകളെ, അതിന്റെ ഗർജനത്തെ, അതിന്റെ പിന്നിൽ കാത്തിരിക്കുന്ന നശീകരണ ശക്തിയെ ഉന്മൂലനം ചെയ്യാൻ കടന്നു വരുന്ന സാത്താന്യമായ സൈന്യത്തെ മുഴുവൻ ഒരു വാക്കിൽ തകർക്കാൻ കഴിയുന്ന ജയാരവം യേശുവിന്റെ വാക്കുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ആ യേശുവിനെ ഉയർത്തിയിട്ട് പറയാ, ആ യേശുവിന്റെ മുമ്പിൽ, അവിടുത്തെ നാമത്തിന് മുമ്പിൽ ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നരുളിയ നസ്രായനെ ഉയർത്തിക്കൊണ്ട് പറയാ, അവന്റെ ശക്തിയോട്, അവന്റെ ആധിപത്യത്തോട് മറുതലിക്കാൻ കേൾപ്പുള്ള ഒരു ശക്തിയെയും ഉലകം കണ്ടിട്ടില്ല. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് സത്യസന്ധമായി ആ സുവിശേഷത്തിന്റെ മഹിമ ദേശത്തോട് പ്രസ്താവിക്കാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോൾ ഇത് വഴി പോകുമ്പോൾ രസകരമായൊരു കാഴ്ച കാണാം. 90 ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ 3 മാസത്തെ തൻ്റെ ജീവിതത്തിൽ മോശ ശരിക്ക് ശുദ്ധമായി ശ്വസിച്ചത് അന്നാണ്. സൂര്യ വെളിച്ചം കണ്ടത് അന്നാണ്. പ്രകൃതിയെ കണ്ടത് അന്നാണ്. അടിമക്കുടിലിൽ കരിമ്പടം കൊണ്ട് മൂടി പുറത്താരും കാണാതെ ഒതുക്കി വച്ചവനെ ലോകമെന്തെന്ന് ആദ്യം കണ്ട ദിവസം അത്. അന്ന് ലോകം അവന് മരണം വിധി എഴുതിയെങ്കിൽ അവൻ്റെ മാത്രമല്ല, ഒരു ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അന്ന് പുറത്തേക്ക് വന്ന ദിവസമാണ്. ഒരു കാര്യം ഓർക്ക്, നമുക്ക് മരണം വിധി എഴുതിയിടത്ത് നിന്ന് ജീവൻ്റെ തുടിപ്പുകളെ പ്രകാശിപ്പിക്കുന്ന മഹാദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സുവിശേഷം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം നിങ്ങൾക്ക് വിടുതലാണ്. മരണം വിധിയെഴുതിയ മണ്ഡലത്തിൽ ആ സുവിശേഷം നിങ്ങൾക്ക് പ്രകാശനമാണ്. പലരും എഴുതിത്തള്ളിയ ജീവിതത്തെ കരുത്തുറ്റതാക്കാൻ ആ സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിന് കഴിയും. അതിൻ്റെ തെളിവാ ഇവിടം കൊണ്ട് തീർന്നു എന്ന് ലോകം വിധി എഴുതിയെടുത്ത് നിന്ന് കുതിച്ചു മുമ്പോട്ടൊഴുകാൻ, അതിശീഘ്രം പോകാൻ കഴിയത്തക്ക വിധം നമ്മെ പ്രചോദിപ്പിച്ചയക്കുന്ന ഒരു ബലമുണ്ട്. മുതലേക്കുള്ള നീരൊഴുക്ക ഇതിനകത്ത് എത്രയോ ഹിംസജീവികളുണ്ട്, പാമ്പുകളുണ്ട്. മോശയെ തകർക്കേണ്ടതാ. പക്ഷെ ഒന്നിനും വിട്ടുകൊടുക്കാതെ ദൈവം അവന് മീതെ വെച്ച അസാധാരണത്വമില്ലേ, മറ്റാർക്കും കാണാനാവാത്തൊരു അസാധാരണത്വം, 100 തോൽവികളുടെ നടുവിൽ ഭക്തനെ ജഗത്തോടെ നിർത്തിയ അസാധാരണത്വം, പലരും ഒറ്റപ്പെടുത്തിയ ഘട്ടത്തിൽ ഭക്തനെ നിവരെ നിർത്തിയ അസാധാരണത്വം, ഇല്ലായ്മകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഇവിടെ തോറ്റുപോകുമെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ നിവരെ നിർത്തിയ ആ ചങ്കുറപ്പില്ലേ, അസാധാരണത്വം, മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ആ ജയമില്ലേ, അതാ നമ്മെ ഇന്ന് രാത്രി ഒരുപോലെ ചുറ്റി പിണഞ്ഞു നിൽക്കുന്ന ജയമെങ്കിൽ ആ ജഗത്തിന്റെ മഹിമ മുഴുവൻ, അതിന്റെ മഹത്വം മുഴുവൻ തമ്പുരാൻ അർപ്പിച്ചിട്ട് പറയാ, ഞാൻ ആയിരിക്കുന്നത് നിന്റെ കൃപ 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 കൃപയല്ലാതെ മറ്റൊന്നുമല്ല, നിന്റെ ദയാവായ്പിന്റെ, നിന്റെ കാരുണ്യത്തിന്റെ ആനുകൂല്യത്തിലാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമുക്ക് അതിവേഗത്തിൽ പോകണം. താഴെ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ രാജകുമാരി എടുത്തു. ആ കഥ പോലുള്ള ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം, നിങ്ങൾക്കറിയാമല്ലോ. ഇതേ സമയത്ത് ഈ അപ്പൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൻ വീട്ടിലേക്ക് വന്നു. സാധാരണത്തിൽ ഈ പുരുഷൻ അങ്ങനെ പ്രകടമായി കരയുന്ന ഒരാളല്ല. ശരിച്ച് അപ്പന്മാർ അല്ലേ, കരയാൻ പറ്റില്ല അല്ലേ? അമ്മ മരിച്ചാൽ പോലും നമുക്കൊന്നും കരയണേ പറ്റില്ല. കാരണം പുരുഷൻ കരഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർ കൂടെ കരയും. അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതൊരു റിയാലിറ്റി. അതുകൊണ്ട് വൈകാരികമായ അത്തരം അനുഭവങ്ങളെ ചാടിക്കടക്കാൻ പ്രകൃതി അല്ലെങ്കിൽ ദൈവം പുരുഷന് ഒരു കൃപ കൂടുതൽ കൊടുത്തിട്ടുണ്ട് സ്ത്രീയേക്കാൾ. എങ്കിലും ചില ഘട്ടങ്ങൾ പിടിച്ചിരിക്കാൻ പാടാ. വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞില്ലാത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അപ്പൻ മെറിയാമിനെ ശ്രദ്ധിക്കുന്നില്ല. അവൾ ഒഴുകുന്ന കുഞ്ഞിൻ്റെ പിന്നാലെ യാത്രയാ. ആകരോനെ കിടക്കാം, അല്പം പക്വമതിയായല്ല ആകരോൻ. മുറ്റത്ത് തലകുനിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇതികർത്തവ്യതാ മൂടനായി അങ്ങുമിങ്ങും നടക്കുന്ന അഹരോൻ. ഇനി അകത്തൊരാൾ കണ്ണീര് പോലും വരാത്ത അവസ്ഥയിൽ ഏങ്ങലടിക്കാൻ ത്രാണിയില്ലാതെ കിടക്കുന്ന അമ്മ. പക്ഷെ അന്ന് ആദ്യമായിട്ട് മോശയുടെ അപ്പൻ പൊട്ടിക്കരഞ്ഞു കാണും.
കുഞ്ഞിനെ കൊല്ലുന്നതിന് തത്തുല്യമായി ഒരു പ്രവൃത്തി ചെയ്തിട്ട് വന്നിരിക്കുക. കരയുന്ന അപ്പനെ കണ്ട് അമ്മ പറയും, സാരമില്ല, നൊന്തുപറ്റവനെ എൻ്റെ ഒക്കത്ത് നിന്നെടുത്തി കൊണ്ടുപോകുമ്പോൾ അവനൊരു താരാട്ട് പാടാൻ പോലും കഴിയാതെ, അവനെ ചേർത്തണയ്ക്കാൻ കഴിയാതെ അങ്ങയുടെ കയ്യിലേക്ക് തരുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്നൊന്നും ഓർത്തില്ല. കരയാതെ രണ്ടാളും ആ വേദനയും ദുഃഖവും ഇങ്ങനെ പറഞ്ഞ് പരിഹരിക്കുമ്പോൾ ആ വീട്ടിൽ വലിയൊരു വിടുതലാണ്. ദുഃഖങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിഹരിക്കുന്ന ഭവനം പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവം ഇല്ലെന്നേ. ഈ ടൈമിലാണ് മറുവശത്തൊരു വിടുതൽ ദൈവം വച്ചത്. അകത്ത് അനുരഞ്ജനം വരുമ്പോൾ പുറത്തൊരു വിടുതൽ ഉറപ്പാണ്. അകത്ത് ഐക്യത രൂപപ്പെടുത്തി വരുമ്പോൾ പുറത്തെ ശത്രു തോറ്റു തുന്നമ്പാട് ഉറപ്പാണ്. അകത്ത് ജയമെടുക്കാൻ ആത്മാവിൻ്റെ ഏകീകരണം വരുമ്പോൾ പുറത്തവൻ തോറ്റുപോകും ഉറപ്പാണ്. അത് സംഭവിച്ചു. രാജ്ഞി അവനെടുത്തു, മാറോട് ചേർത്ത് പിടിച്ചു. മറിയ ഓടിച്ചെന്നു. ബാക്കിയൊക്കെ നമുക്കറിയാം. മറിയാം ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ നല്ലൊരു തീരം വരും വീഴുക. നൈൽ നദി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടോ ഉള്ളത്? എന്തിനാണെന്നറിയണ്ടേ? നീയാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ വിഴുങ്ങും. പക്ഷെ ഇവനെ കേവലം ഒരു കുഞ്ഞല്ല, എത്ര പ്രാർത്ഥിച്ച് കിട്ടിയൊരു കുഞ്ഞുവാവയാ, എത്ര ആഗ്രഹിച്ച് കിട്ടിയതാ. അവൻ്റെ കണ്ണും കാലും കയ്യുമൊക്കെ തടവി 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 അവൻ്റെ വളർച്ച കാത്തിരുന്ന ഒരു ചേച്ചി അവള് വിട്ടുകൊടുക്കില്ല എന്ന് വചനം കേൾക്കുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു പോകണം. പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത ഒരു ജയവും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ, പ്രാർത്ഥിച്ചു പ്രാപിച്ചെടുത്ത ഒരു ആൻസറും ഒരു ഉത്തരവും വിട്ടുകൊടുക്കാൻ കഴിയാതെ ഭക്തൻ ജയമെടുക്കണം. കരുത്തോടെ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. ഒടുക്കം നമ്മുടെ കക്ഷി വേണ്ട സന്തോഷമല്ല അനുഭവിച്ച് വീട്ടിലും ഫറവോടെ കൊട്ടാരത്തിലുമായി വളർന്നു. അതും നിങ്ങൾക്കറിയാം. 40 years 40 കൊല്ലം അവിടെ വളർന്നു. ഈ 40 കൊല്ലം നഷ്ടമൊന്നുമല്ല. ചില അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശീലനക്കളരി 40 അല്ല 400 വർഷമായാലും മുഷിയേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ താമസിച്ചാൽ വരുന്നതെന്ന് ഓർത്ത് ഒരു ഭാരം ആവശ്യമില്ല. അത് വരുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. 40 കൊല്ലം. എന്നിട്ടേ അവിടെ ചില പ്രശ്നമൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ മോശ രക്ഷപ്പെട്ടു ദൂരേക്ക് മാവിയപ്പൻ്റെ അരിയിലേക്ക്. അവിടെയും ഒരു 40 കൊല്ലം, 80 വർഷം. 80 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം അവനെ ശരിക്കും ആ മിനിസ്ട്രിക്ക് വിളിക്കുന്നത്. ഇതെന്തിനായിരിക്കും കാരണം? അടുത്ത 40 കൊല്ലവും വേസ്റ്റല്ല. നല്ല പരിശീലനം, ഒന്നാം തരം പരിശീലനം. ആടുകളെ മേയിച്ച് പഠിച്ചാൽ ലോകത്തെവിടെ പോയാലും നമ്മൾ തളരില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, കൺവെൻഷൻ പ്രസംഗനാകുന്നതിനേക്കാൾ, അധ്യാപകനാകുന്നതിനേക്കാൾ, പ്രവാചകനാകുന്നതിനേക്കാൾ പണിയാണ് ഒരു പാസ്റ്ററാകുന്നത്. അല്ലേ? ഏതെല്ലാം ടൈപ്പിനെ കൊണ്ട് നടക്കണം, അല്ലേ? എന്തെല്ലാം രീതിയിലുള്ളവരെ പരിപാലിക്കണം, ഏതെല്ലാം തരത്തിലുള്ള ആട്, അതൊക്കെ പറഞ്ഞു പോയാൽ ഇപ്പോഴെങ്ങും തിരിയല്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് നമ്മോട് പറഞ്ഞു ആടുകളെ മേയ്ക്കാനാണ്. ആടുകളെ പ്രതീക്ഷിച്ച് ചെല്ലും സാറേ. എബനേസറിലെ സാറിനോടാ ആടിനെ പ്രതീക്ഷിച്ച് ചെല്ലും. ചെന്ന് ഇടപെടുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൻ ജിറാഫായിരുന്നു. ജിറാഫിന് പറ്റുന്ന ആടുകൾ നമ്മുടെ ചർച്ചിലുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ 40 വർഷം ആടുകളോടൊത്ത് മരുഭൂമിയിൽ ജീവിച്ചപ്പോൾ മോശ സൗമ്യനായി പോയി. പ്രതികരണശേഷിയൊക്കെ കുറഞ്ഞു. ക്ഷുഭിതനാകുന്ന ഭാവം മാറി. പണ്ടത്തെ ചോരത്തിളപ്പിൽ അന്ന് മിസ്രയീമിനെ കൊന്ന് മണലിൽ പൂഴ്ത്തിവെച്ച ആ പഴയ കാർക്കശ്യബുദ്ധിക്കാരൻ്റെ രീതിയും ഭാവവും ഒക്കെ മാറി. ജീവിതം പക്വതയ്ക്ക് വഴിമാറി. പക്ഷെ ഒന്ന് ചിന്തിച്ചു, ഇനി എൻ്റെ ജീവിതം ഇങ്ങനാണെന്ന് ധരിച്ചിരിക്കുക, ദൈവം ഇടപെട്ടെ. അപ്പം ദൈവം എപ്പോഴാണ് ഇടപെടുന്നേ? നമ്മൾ ഇവിടെ വരെ ഉള്ളൂ ജീവിതമെന്ന് കരുതുമ്പോൾ തമ്പുരാൻ പറയും, അല്ലെന്നേ
ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിന് പ്രചോദനമായിരിക്കണം. ചിലപ്പോഴൊക്കെ ശത്രു പറയും ദാ ഇവിടെ തീർന്നു, അപ്പോഴൊക്കെ പറയണം നോ, ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഞാനിവിടുന്ന് ആരംഭിക്കുകയാണ്. എഴുതി തള്ളിയിടത്ത് നിന്ന് ആരംഭം കുറിക്കാൻ കഴിയുന്നതാ ദൈവിക ദർശനത്തിൻ്റെ സവിശേഷത. അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, ജീവിത വ്യതകളാകട്ടെ, അടിവരയിട്ട് ഒതുക്കാൻ ശ്രമിക്കുന്ന ഇടത്ത് നിന്ന് കുതിച്ചു മുന്നേറുന്ന പ്രചോദനമാണ് ദൈവത്തിങ്കലേക്കുള്ള വിളി. ആ വിളിക്ക് പ്രായം തടസ്സമല്ല, സാമ്പത്തികം തടസ്സമല്ല, ജീവിതാവസ്ഥകൾ തടസ്സമല്ല. ഏത് ഘട്ടത്തിലും അവിടുത്തെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കാൻ ഒരു സന്മനസ് കാണിച്ചാൽ അവിടുന്ന് നമ്മെ ഉപയോഗിക്കുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം. നഷ്ടം ഒന്നും ജീവിതത്തിൽ കണക്കൂട്ടണ്ട. അങ്ങനെ ദൈവം അവനെ വേലയ്ക്ക് വിളിച്ചു. എങ്കിലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഈ ആദ്യം വേലയ്ക്ക് വിളിക്കുന്നതിൻ്റെ അന്ന് തന്നെ കർത്താവിനെ കണ്ടപ്പോഴേ ആദ്യം ചോദിച്ച ചോദ്യം, നീ ആരാണ്? കാരണം ഈ ഫറവോടടുത്ത് ഞാൻ ചെന്ന് ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ പറയുമ്പോൾ ഫറവോ ന്യായമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ഒത്തിരി ദൈവങ്ങളെ അറിയാം, 12,400 പരം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഇതിൽ നീ പറയുന്ന ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് ആ ഫറവോയോട് പറഞ്ഞു കൊടുക്കാൻ അങ്ങ് പറഞ്ഞു തരണം, അങ്ങ് ആരാണ്. കണ്ടോ, ബൈബിളിൽ 2 പേരാണ് ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചത്. ഒരാൾ പഴയ നിയമത്തിൽ മോശയെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസാണ്. ഓക്കെ, പൗലോസ് എന്ന് പറഞ്ഞു, ചീസ് എയ് കുറിയേ, നീ ആരാകുന്നു കർത്താവേ. പഴയ നിയമത്തിൽ മോശ എന്ന് പറഞ്ഞു, നീ ആരാകുന്നു, എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണം. എന്നെ വിളിച്ച അങ്ങ് ആരാണെന്ന് ഫറവോ ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും? കർത്താവ് പറഞ്ഞു കൊടുത്തൊരു പേരുണ്ട്, അഹൈ അഷർ അഹൈ, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. എന്താ മനസ്സിലായി? അതിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ ഈ ചിലരോട് ഫോണിൽ സംസാരിച്ച ഇവരാരാണെന്ന് എന്ത് ചെയ്താൽ പറയില്ല, പറയാനുള്ളത് പറയുകയും ചെയ്യും, ആരാണെന്ന് പറയില്ല. ഞങ്ങൾ ഈ ഡിബേറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന പറയുകയും ചെയ്യണം, ഇവരാന്ന് അറിയുകയും ചെയ്യരുത്. നമ്മളിപ്പോൾ ചോദിക്കുക, ആരാ? ഇത് ഞാനാ. ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു സത്യാന്വേഷിയാ. ചേട്ടാ പേര് പറ. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ എന്ത് ചെയ്താൽ പിടി തരികയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ സത്യാന്വേഷിയെ തൽക്കാലം എടുക്കുന്നില്ല, പേര് പറയാണ്. ഒരു പേരുണ്ടല്ലോ, പേരും സ്ഥലവും ഒക്കെ ഒന്ന് പറ. എന്നാൽ ചിലതരം പേരുകളും ചിലതരം വിലാസങ്ങളും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ആട്ടെ, ദൈവത്തിൻ്റെ പേരും വിലാസവും ഇല്ല, പോരാട്ടമല്ല, അല്ല, ഞാനിങ്ങനെ നോക്കിയാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പേരും വിലാസവും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ പേര് ശ്രദ്ധിക്കണം. അഹൈ അഷർ അഹൈ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സെൻസ് നമുക്ക് കിട്ടുമോ? കിട്ടില്ല. എന്നാൽ കിട്ടണം. കാരണം അഹൈ അതുണ്ടായത് ഹയ എന്നൊരു റൂട്ട് വേർഡിൽ നിന്നാണ്. ഹയ. ഈ ഹയ എന്നത് ഇംഗ്ലീഷിലെ ബി എന്ന ഒരു പ്രയോഗത്തിൽ നിന്ന് ബി അത് വ്യാകരണം പഠിക്കുന്ന ആൾക്കറിയാം. ഈ ബി ഓക്സിലറി വെർബുകളിൽ പ്രധാനമാണല്ലേ. ബി നമ്മുടെ ആൻറ്റിയുടെ ഇരിപ്പുണ്ട്, സാറിൻ്റെ ടീച്ചറാണ്. ബി ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഭാഷ മുമ്പോട്ട് പോവോ? ഇല്ല. ആകുക എന്നതിൻ്റെ അർത്ഥം. ഹാവും ഹാസും ഹാഡും ഒക്കെ ബിയുടെ വ്യത്യസ്ത രൂപങ്ങളല്ലേ. വ്യത്യസ്ത രൂപങ്ങൾ. ആയിരുന്നു, ആകുന്നു, ആകും, ആയേക്കും. ചുരുക്കി പറഞ്ഞാൽ ആവുക. ക്രിയ ചലിക്കണമെങ്കിലേ, വസ്തുവിനെ ചലനാത്മകമാക്കണമെങ്കിലേ അതിനകത്ത് ഇടപെടുന്നവനാരോ അതാണ് ഞാനെന്ന്. ഇപ്പോൾ കിട്ടിയോ? അവിടെ നിന്ന് കിട്ടിയ പേരാ യാഹുവേ അഥവാ യഹോവ. യഹോവ എന്ന പേരിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. പ്രവർത്തനക്ഷമൻ, കാര്യക്ഷമതയുള്ളവൻ, ഇടപെടുന്നവൻ. കാര്യക്ഷമതയുള്ള, സകർമ്മകനായ, ക്രിയാത്മകതയുള്ള ഞാനാകുന്നവൻ ഞാനാകുന്നു. അത്രയേ ഉള്ളൂ.
അതിനപ്പുറത്തൊന്നും ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ മനുഷ്യന് പിടികിട്ടൂല. തിയറി ഇത്രയേ ഉള്ളൂ. പിന്നെ മോശ കാര്യമായിട്ട് ചോദിച്ചിട്ടുമില്ല. എൻ്റെ കാരണം അറിയോ? നീ ഫറവോയോട് പറയണം, ആരാണ് നിന്നെ അകച്ചതെന്ന് ചോദിച്ചാൽ ഇത്രയും പറയണം, ഞാനാകുന്നവൻ ഞാനാകും. പിന്നെ അവൻ ഒന്നും ചോദിക്കുകയില്ല. കാരണം തിയറി ഇത്രയും പറഞ്ഞാൽ മതി. പ്രാക്ടിക്കലി ഞാൻ അവന് പാഴ്സലായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു 10 എണ്ണം. മനസ്സിലായോ? പിടികിട്ടിയില്ല. 10 എണ്ണം കൊടുത്തു കഴിയുമ്പോഴേക്ക് അവൻ മേലെ ചോദിക്കുകയില്ല ഞാൻ ആരാണെന്ന്. ഇതന്നെ നമ്മുടെ പൗലോസിനും. പൗലോസ് തമ്പുരാൻ അടിച്ച് താഴെ ഇട്ടു. എടച്ചാണ് ഡമാസ്കസിൻ്റെ പടിവാതുക്കൽ കണ്ണിൻ്റെ കാഴ്ച നശിച്ച് താഴേക്ക് വീഴുമ്പോൾ ഒരു ചോദിച്ച ചോദ്യം ഞാൻ മുമ്പ് പറഞ്ഞത്, ചീസ് ഐ കുറിയേ, നീ ആരാകുന്നു കർത്താവേ. ഞാൻ ഈ രംഗം പലപ്പോഴും ഓർക്കും. നീ ആരാകുന്നു കർത്താവേ. ഈ ചോദ്യം ഞാൻ പലപ്പോഴും ഓർക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ രാജ് സാറ് കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ആക്ഷന് പോയിട്ടുണ്ടോയെന്നും അറിയില്ല. ആക്ഷന് പോകാതിരിക്കാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലാത്തി ചാർജിനുമൊക്കെ പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലാത്തി ചാർജ് അല്പം പണിയാണ്. ഒന്നാമത്തെ വിഷയം, നമ്മളിപ്പോഴും ധരിച്ചിട്ടുള്ള പോലെ ഈ പോലീസ് ലാത്തി ചാർജ് നടത്തി നമ്മളൊരാൾ തട്ടിപ്പോയാൽ പോലും കേസില്ല. സാർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയണ്ടേ? പോലീസ് നമ്മളെ ലാത്തി ചാർജ് തല്ലി താഴെ വീണാൽ ഒരു കേസും വരത്തില്ല. പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന് വേണ്ടിയാണ് പോലീസ് അടിച്ചത്. ആ അടി നമുക്ക് അന്നേരം അടിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ നിൽക്കും, ഇതിലും വലിയ കലാപം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ആട്ടെ, പിള്ളേർ പിരിഞ്ഞു പോകുന്നില്ല, ഭയങ്കര സമരം കൂടിയിരിക്കുമ്പം മര്യാദയുള്ള പോലീസുകാരൻ പറയും, മക്കളെ പോ, കാരണം മോളിൽ നിന്ന് ഒരു ഓർഡർ കിട്ടും, പിന്നെ പണി തുടങ്ങാൻ പോവാണ്, നിങ്ങൾ പോ. അത്തരം ട്രെയിനിങ് അത്. ഈ അടി കിട്ടി താഴെ വീഴുന്ന ചെറുക്കൻ കണ്ണും തിരുമ്പി എഴുതിയിട്ട് ചോദിക്കുമോ, സാറിൻ്റെ പേരെന്തുവാ, ഏത് വർഷമാണ് സർവീസിൽ കയറിയേ? ചോദിക്കാൻ നേരം കിട്ടത്തില്ലല്ലേ. ഫയറിങ് അങ്ങ് തുടങ്ങാം, പണി അങ്ങ് തുടങ്ങാം. അവിടെ യാതൊരു കാരുണ്യത്തിനും പ്രസക്തിയില്ല. അതിനാ മര്യാദയ്ക്ക് ആദ്യം പറഞ്ഞ് പോ, കയറിപ്പോ. പൗലോസിന് ഒത്തിരി മര്യാദ കൊടുത്ത അടി കിട്ടി താഴെ വീണപ്പോൾ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? അന്നേരവും പറഞ്ഞു, കർത്താവ് ഹൃദയത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യ്, പഠിപ്പിക്കാം. നമ്മളെല്ലാം ദൈവം പഠിപ്പിച്ചതേ ഇങ്ങനെ ചില അനുഭവങ്ങളിലാണ്. തിയോളജി പഠിക്കലും വലുതാ അനുഭവം കൊണ്ട് ദൈവത്തെ പഠിക്കാൻ. ഹല്ലേലൂയ. നീ ആരാകുന്നു എന്ന് അന്ന് ചോദിച്ച ചോദ്യത്തിന് പിന്നീട് പൗലോസ് തന്നെ ഉത്തരം പറഞ്ഞു. അതാ രസം. ഈ ചോദ്യത്തിന് ഏറ്റവും മനോഹര ഉത്തരം പൗലോസ് അതാണ്. ഞാൻ അതുകൊണ്ട് പറയാറുണ്ട്, തർസോസിലെ ശൗൽ പണ്ട് ചോദിച്ചു, നീ ആര്? അന്ന് ഉത്തരവൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല. കാര്യമായ ഉത്തരം പറയാൻ ഇത്രയും പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ എന്ന് പോലും ഇല്ല, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ചെറിയൊരു വിലാസം. ആ കിട്ടിയ ചെറിയ വെളിച്ചത്തിൻ്റെ പിന്നാലെ നടന്ന് നീണ്ട 30 വർഷങ്ങൾ ആ ചോദ്യത്തിൻ്റെ പിന്നാലെ അന്വേഷിച്ച് നടന്നപ്പോൾ ഘട്ടം ഘട്ടമായി പൗലോസിനെ പഠിപ്പിച്ചു ദൈവം. അങ്ങനെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, പണ്ട് നീ ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്, ഇപ്പം എഴുതിക്കൊള്ളണം ഞാൻ ആരാണെന്ന്. അതുകൊണ്ട് കൊലോസ്യരെ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നു ആരാണ് ക്രിസ്തു, ഞാൻ ഡമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് പണ്ട് ഞാനും ചോദിച്ചു, ഇതാ പിടിച്ചുകൊള്ളണം ഉത്തരം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിഭ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പണ്ട് റോമക്കാരെ നിങ്ങൾ ചോദിച്ചു ആരാണ് ക്രിസ്തു, അവൻ മഹാദൈവവും നമ്മുടെ കർത്താവും. സ്തോത്രം. വീണ്ടും കൊരിന്ത്യ ലേഖനത്തിൽ, എബ്രാ ലേഖനത്തിലൊക്കെ പറയുക, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയെന്ന് കൊലോസ് ലേഖനത്തിൽ പറഞ്ഞവൻ എബ്രായ ലേഖനത്തിലേക്ക് ഇവനോട് പറയുക, അവനവൻ്റെ തത്വത്തിൻ്റെ പ്രതിമ, തേജസ്സിൻ്റെ പ്രഭ, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്തു. ഇതാ വെളിപ്പാട്.
മോശ ഈ ചോദ്യമൊക്കെ ചോദിച്ചു. ഈ ചോദ്യത്തിന് കിട്ടിയ ഉത്തരം കൊണ്ട് ചാടി കയറി പെട്ടെന്ന് പോയില്ല. പോകാതെ ഫറവോട് കർത്താവിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്, തടിച്ച നാവ്, സംസാരിക്കാൻ വേണ്ടത്ര എന്താ പറയുക ഫ്ലുവൻസി ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്താൽ മതി? അതങ്ങ് മാറ്റി കൊടുത്താൽ മതി അല്ലേ? നമ്മളെല്ലാം അങ്ങനെ ഒരുത്തനെ കണ്ടാൽ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് റൈറ്റ് നൗ ഇപ്പോൾ തന്നെ മാറട്ടെ, ഒരു കുലുക്കും ഒരു തെള്ളും ഒക്കെ തെള്ളി നമ്മൾ നമ്മുടെ വഴിക്ക് പോവും അല്ലേ? ആ വയ്യാന്ന് പറഞ്ഞിടത്ത് വന്നാൽ എന്തോ ചെയ്യുന്നത്? അവൻ്റെ മനസമാധാനം കൂടെ കളഞ്ഞ് നമ്മളവനെ പലപ്പോഴും പറഞ്ഞു വിടും. പക്ഷെ ദൈവം ആജീവനാന്തം മോശയുടെ വിക്ക് മാറ്റിയില്ല. മാറ്റിയോ? ഇല്ലയെന്ന്. ഒന്നാമത്തെ കാര്യം അങ്ങേര് സമ്മതിച്ചു, എനിക്ക് വിക്കുണ്ട്. നമ്മളാണ് എന്ത് ചെയ്തേനെ? ഞങ്ങളുടെ ജ്യോതിഷ് പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, പണ്ട് പോലെ പാടുന്ന ഒരാളാണ്. എന്നാൽ നമുക്കിപ്പോൾ വിക്കുണ്ടേ തന്നെ പറയുന്നത് എന്താ? ഇത് വിക്കല്ല, മറിച്ച് ഞാൻ പണ്ട് പോലെ ഈ കൊയർ ലീഡ് ചെയ്ത് എക്കോ ഇട്ട് പാടി ഇപ്പം എക്കോ ഇല്ലെങ്കിലും അറിയാതെ ഇതിഞ്ഞ് വരുമെന്ന് പറയും. ഈ ന്യായീകരണമേ നമ്മളെല്ലാം എങ്ങനെ? പക്ഷെ മോശ പറഞ്ഞു, ഈ ഒരു പ്രശ്നം എനിക്കുണ്ട്. അമ്പരാൻ പറഞ്ഞു, നിൻ്റെ ബ്രദറ് നിൻ്റെ സ്പോക്സ്മാൻ ആയിരിക്കും. നീ ഇതൊക്കെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ ജനത്തോട് ഇത് പറയും. നമ്മളിവിടെ വന്നതിൻ്റെ പിന്നിലേ ഒട്ടേറെ കരങ്ങളുണ്ടെന്ന്, ഒട്ടേറെ മനുഷ്യരുടെ പ്രാർത്ഥനയും പരിഗണനയുമാ ഈ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ആ അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. ഇത് മാറ്റിയില്ല. മാറ്റാത്തതിൻ്റെ കാരണമുണ്ട്. സയൻറ്റിഫിക്കലി ഇത് അത്ര ശരിയാണോന്നില്ല. ഇവിടെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഉണ്ടല്ലോ. ഈ ഒരാൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണമെങ്കിൽ ചെറുപ്പം മുതൽ അതിന് പരിശീലനമൊക്കെ ഉണ്ടല്ലേ? ആ നേഴ്സ് നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കരയിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്നുണ്ടോ? അവരെ കുസൃതി കാണിക്കാൻ കൊണ്ടൊന്നുമല്ല. പിന്നെന്തെന്നാ, ഇതിൻ്റെ ഈ വോക്കൽ കോഡൊക്കെ ശരിക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ശബ്ദമൊക്കെ അല്ലേ, അതിനു വേണ്ടിയാണ് എൻ്റെ ചിന്ത. അങ്ങനല്ലേ? അതോ നമ്മുടെ സിസ്റ്ററോട് ചോദിച്ച കാര്യം എന്തിനെ കുഞ്ഞിനെ കൊണ്ട് ഈ കരയിപ്പിച്ചുകൊണ്ട് വരുന്നതെന്ന്? അവരൊരു സന്തോഷത്തിന്, അവർ സാഡിസ്റ്റായതിൻ്റെ പേരിലല്ല. പിന്നെന്തിനാ കുഞ്ഞിന്? അപ്പം മോശയുടെ ചെറുപ്പത്തിൽ അവനെ കരയിപ്പിക്കാൻ പറ്റില്ല. നാട്ടുകാരറിഞ്ഞ ജീവൻ പോവും. മോശയെ ചിരിപ്പിക്കാനും പറ്റില്ല. കരഞ്ഞിങ്ങോട്ട് വരുന്ന മോശയെ ഈ പെങ്കച്ചുണ്ടല്ലോ മെറിയാം, അവളുടെ ആ കുഞ്ഞ് ചേച്ചി, അവൾക്ക് നല്ല കഴിവാണ്. അവളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. കരയല്ലേ. അവൾ തന്നെ ഇങ്ങനെ ചിരിപ്പിക്കാൻ വന്നിട്ട് ചിരിപ്പിക്കാൻ വരും, പറയും ചിരിക്കല്ലേ. അയ്യോ, അതേ അമ്മയേക്കാൾ അറിവാ ആ മൂത്ത ചേച്ചിക്ക്. നമ്മളെയൊക്കെ വളർത്തിയ എത്ര ചേച്ചിമാരുണ്ടല്ലേ, അവർ ആ റിസ്ക് വളരെ വലുതാ. ചിരി പുറത്ത് വരാതെ, കരച്ചിൽ പുറത്ത് വരാതെ കാലം കഴിഞ്ഞപ്പോഴേ മോശയുടെ സംഭാഷണ വൈഭവം, അവനെ പ്രസംഗിക്കാനുള്ള കഴിവേ, ഇതൊക്കെ നമ്മൾ കാണുന്ന പോലെ ഇല്ലാതായി തീർന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയണ്ടേ? അന്ന് നിൻ്റെ ശബ്ദം പുറത്തു വന്നു എന്നറിഞ്ഞാൽ പ്രാണനാ പോന്നേ. താൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവാ ഈ വിക്കുണ്ടെന്നുള്ള സത്യം. നിനക്കൊപ്പം പിറവി കൊണ്ട പലരും സൂര്യവെളിച്ചം കാണാനാവാതെ ഇഹലോകം വിട്ടു പോയിട്ടും നീ ഇവിടെ നിൽക്കാനുള്ള കാരണം നിന്റെ മീതെ ഒരസാധാരണത്വം ലോകം കാണുമ്പോഴൊക്കെ അത് കുറവാണെന്ന് തോന്നും. പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപയാ, കാരുണ്യമാ. ആ കാരുണ്യത്തിൻ്റെ ആനുകൂല്യത്തിലാ നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നതേ. എൻ്റെ ദൈവം അത് മാറ്റിയില്ല. നാളെ ചെങ്കടൽ കീറുമ്പോഴും വന്ന വഴികൾ ഓർത്തിരിക്കാൻ, നടത്തിയ ദൈവത്തെ ഓർത്തിരിക്കാൻ, പരിഗണിച്ച ജനത്തെ ഓർത്തിരിക്കാൻ, പ്രാർത്ഥിച്ചവരെ ഓർക്കാൻ, ഉപവസിച്ചവരെ ഓർക്കാൻ, കണ്ണീരൊഴുക്കിയവരെ ഓർക്കാൻ, ഇവിടെ വരെ നടന്നു വന്ന പാതയിൽ പേരും പെരുമയും ഇല്ലാത്ത നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ പിൻബലമാ നിന്നെ ഇവിടെ നിർത്തിയതെന്ന് തിരിച്ചറിയാൻ ദൈവം നിനക്ക് നൽകിയിട്ടുള്ള അടയാളങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അങ്ങനൊന്നും അത് പോവില്ല. ആമേൻ. ഇവിടുന്ന് ഫറവോടെ അടുത്ത് ചെന്നു, പുള്ളിയോട് കാര്യമൊക്കെ പറഞ്ഞു. ഫറവോടെ അടുത്ത് തനിക്ക് മിനിസ്ട്രി ഉണ്ട്
എന്ന് ബോധ്യപ്പെടുത്തണം. മോശ തൻ്റെ ഈ വടി പാമ്പായതൊക്കെ പോകട്ടെ, ഈ വടി പാമ്പാവുക എന്നൊന്നും ഇപ്പോൾ പറയാൻ പാടില്ലെന്നാണ്. പാമ്പിൻ്റെ പേരുമൊക്കെ മാറ്റി ഇപ്പോൾ ഒരുത്തന് അതിഥി എന്നാക്കി കളഞ്ഞു. പാമ്പിൻ്റെ പേരെങ്ങനെയാ? അതിഥി. നമ്മളൊക്കെ അതിഥി ഉണ്ടെന്ന് കേട്ടാൽ, സഭയിലൊരു അതിഥി ഉണ്ടെന്ന് കേട്ടാൽ എന്താ മനസ്സിലാക്കണ്ടേ? ആരോ ഒരു ദൈവാസം പ്രസംഗിക്കാനുണ്ടെന്നാ. ഇപ്പോൾ അതിഥി എന്ന് പറഞ്ഞാൽ അണലി എവിടെ ഇരിപ്പുണ്ടെന്ന് അർത്ഥം. ഒരു അതിഥി. പക്ഷെ ഒരു കാര്യം, ഒരുത്തന് അതിഥിയാണെന്നോർത്ത് അതിഥിയെ കയറി പിടിച്ച, പക്ഷേ ഇത് ആതിഥേയനാണെന്ന് അതിഥിക്ക് മനസ്സിലായില്ല. കയറി പെരുമാറിക്കളഞ്ഞ് കാലം പോകുന്നൊരു പോക്കല്ലേ. പോട്ടെ. അപ്പോഴേ മോശയുടെ വടി ഇവരെല്ലാം വിഴുങ്ങി. ഇതിന് ശേഷം തനിക്കൊരു മിനിസ്ട്രി ഉണ്ടെന്നും ദൈവം വിളിച്ചെന്നും പബ്ലിക്കിനൊരു തെളിവ് കൊടുക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇനാഗുറേഷൻ, നമ്മുടെ കൺവെൻഷൻ ബഹുമാനപ്പെട്ട തങ്കച്ചാന പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത്. കാരണം അതതിൻ്റെ ഔദ്യോഗിക രീതി അല്ലേ. ഇപ്പോൾ ഒരു കാര്യം ഔദ്യോഗികമായി സ്ഥാപിക്കാൻ അധികാരമുള്ള ഒരാളിൻ്റെ സാന്നിധ്യം വേണം. മോശ തൻ്റെ ശുശ്രൂഷ തെളിയിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം, അല്ലെ ദൈവം അയച്ച സ്ഥലം, നൈൽ നദി. പഠിക്കണം അവിടെ ഒരു കാര്യം. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. രണ്ടാളും വാഗ്ദത്തപുത്രന്മാരാ. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ 430 വർഷം ഇസ്രായേലിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമെങ്കിൽ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു യുഗായുഗങ്ങളായി കാത്തിരുന്ന ജനത്തിൻ്റെ പ്രതീക്ഷയാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ പ്രതികൂല സാഹചര്യങ്ങളെ വെട്ടിമാറ്റി ജനിച്ചെങ്കിൽ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനും ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ മുഴുവൻ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ഇഹലോകത്തിൽ വന്നു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ കാന്ത ഒരു കൂശ്യസ്ത്രീ ആയിരുന്നെങ്കിൽ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ കാന്ത സകല ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവളാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ പച്ചവെള്ളത്തിലാണ് തൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ പച്ചവെള്ളത്തിലാണ് തൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ നൈൽ നദിയിലെ വെള്ളത്തെ അടിച്ചു, അത് ചുവന്നു. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ പ്രാർത്ഥിച്ച് കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ചു, അതും ചുവന്നു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആ വെള്ളത്തെ അടിച്ചപ്പോൾ വേദനാജനകമായ രക്തമായി മാറിയെങ്കിൽ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ ശ്രേഷ്ഠകരമായ ജീവസുറ്റ വീഞ്ഞാക്കി അതിനെ നൽകിക്കൊടുത്തുകൊണ്ട് പ്രശ്നപരിഹാരം വരുത്തി. ഇവർ തമ്മിൽ ചില താരതമ്യം നിന്ന ചുമന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആ വിഷയത്തോട് അടുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലാം. ബഹുമാനരെ, ഈ നൈൽ നദിയിൽ തന്നെ തുടങ്ങി എന്തിനാണെന്ന് അറിയണ്ടേ? നൈൽ നദി ഈജിപ്ഷ്യരുടെ ഒരു ദേവനാണെന്ന് ഞാൻ പറഞ്ഞു. 80 ആണ്ടുകൾക്ക് മുമ്പേ ഈ വെള്ളം ഇവിടെ വെച്ച് മുക്കിക്കൊല്ലുമെന്ന് വെല്ലുവിളിച്ച ഒരു ഭൂതകാലം. ഇന്ന് അധികാരമുള്ളവനായി കയ്യിലൊരു വടിയുമേന്തി ഭക്തൻ ഇവിടെ നിൽക്കുമ്പോൾ പലരെയും ഹൃദയം പഴയ ലോകത്തിലേക്ക് പോയില്ലെങ്കിലും ഒരു മിറിയാമിൻ്റെ ഹൃദയം ഒരു പഴയ ലോകത്തിലേക്ക് പോയി. പണ്ട് ഈ ഓളം തല്ലുന്ന നീലനദിയിൽ ഇവിടെ വീണ് മരിക്കേണ്ടവനെ ജയാളിയായി ഇതാ തമ്പുരാൻ 80 ആണ്ടുകൾ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഒന്ന് ഉറപ്പാക്കണം, എവിടെ മരണം വിധി എഴുതിയോ, എവിടെ തോൽവി വിധി എഴുതിയോ, എവിടെ ജീവിത നിരാശ വിധി എഴുതിയോ, അവിടെ ജയിക്കാൻ കഴിയുന്ന വിധം നിന്റെ മീതെ പതിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കാൻ അവൻ വിളിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ തോറ്റു തുന്നമ്പാടുമെന്ന് ലോകം കാതോർത്തിരിക്കുന്ന ഇടത്തെ, മുതലകൾ വിഴുങ്ങിക്കളയുമെന്ന് ലോകം കാതോർത്തിരിക്കുന്ന ഇടത്തെ, ആഴക്കയത്തിൽ മുങ്ങിത്തീരുമെന്ന് ലോകം വിധിയെഴുതിയ ഇടത്തെ ജയാളിയായി മോശ തന്റെ കയ്യിൽ ദൈവമേൽപ്പിച്ച വടി കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ നീലനദിയുടെ ഞരമ്പ് പിടഞ്ഞ് രക്തം പുറത്തു ചാടിയെങ്കിൽ ദേശാധിപ ശക്തിയുടെ മീതെ ജയിക്കുന്ന നസ്രായന്റെ കരവൈഭവം ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നു. ആർക്കും തടയാനാവാത്ത വിധത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പമോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, അങ്ങയെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അങ്ങും രാത്രി ജയമെടുക്കുന്ന രാത്രി, ജീവോൽപ്രശ്നങ്ങളുടെ മീതെ അങ്ങ് ശാശ്വത ജയം തരുന്ന രാത്രി. ഹല്ലേലൂയ. അവിടുന്ന് ഫറവോയ്ക്ക് ഒരു മാറ്റമില്ല. ഒടുക്കം 10 ബാധയും കഴിഞ്ഞു. അവസാനത്തെ ആദ്യജാത സംഹാരവും
കുറ്റാക്കുറ്റിരുട്ടുമൊക്കെ കഴിഞ്ഞു. എന്തിനാ ഇരുട്ടെന്നറിയണ്ടേ? ഈജിപ്തിലെ പ്രധാന ദേവൻ ആരാ? സൂര്യൻ. അവസാനമായി സൂര്യൻ്റെ ഫ്യൂസ് അടിച്ച് തെറിപ്പിച്ചിട്ട് മോശ തെളിയിച്ചു കൊടുത്തു തമ്പുരാൻ്റെ വൈഭവം. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു, അഭിഷേകമുള്ള ഭക്തന് മുമ്പിൽ ഒരു ദേശാധിപ ശക്തിക്കും ഉയർന്നു നിൽക്കാൻ കഴിയുകയില്ല. ഒരു പ്രകൃതി ശക്തിക്കും ഒരു പോരാട്ടത്തിനും നിലനിൽക്കാൻ കഴിയുകയില്ല. നമ്മിൽ വ്യാപരിക്കുന്നത് വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. മൂലഭാഷയിൽ പഠിച്ചാൽ മനസ്സിലാകും, സ്പർശിക്കത്തക്ക ഇരുളെന്നാണ്. ചുമ്മാ ഇരുട്ടല്ല, തൊട്ടു നോക്കാവുന്ന വിധത്തിലെ ഇരുളുകൊണ്ട് അന്തരീക്ഷം മുഴുവൻ ദൈവം മാറ്റി. എന്നിട്ടേ 600,000 വരുന്നൊരു ജനതയും കൊണ്ട് മോശ ഒരു യാത്ര. ഈ യാത്ര ചെല്ലുന്നത് നമ്മൾ ചെങ്കടൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ അവരക്കരയ്ക്കര കടന്നത് ഈ ചെങ്കടലല്ല. ബൈബിളിൽ ചെങ്കടൽ എന്നാണല്ലോ, ആ ബൈബിളിൽ ചെങ്കടൽ എന്നാണ്. പക്ഷെ പ്രശ്നം, ഇത് ചെങ്കടലിന് 2 അഗ്രങ്ങളുണ്ട്. ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന 2 കൊമ്പ് പോലുള്ള ഭാഗമുണ്ട്. ചെങ്കടൽ തന്നെയാണ്. ചെങ്കടലിൻ്റെ ഒരു ഭാഗം ആ ഒരു മുനമ്പമായി ഇങ്ങനെ തള്ളിക്കിടപ്പുണ്ട്. 2 ഭാഗമുണ്ട്. ഒന്നിൻ്റെ പേരാണ് സൂയസ്. അവിടുന്ന് ആ സൂയസ് കനാൽ വന്ന് അവിടെ ചേരുന്നു. അങ്ങേ ഭാഗമാണ് അക്വാബ ഉൾക്കടൽ. ഈ 2 ഉൾക്കടലും ചെങ്കടലാണെന്ന് പറയാം, കാരണം വെള്ളം ചെങ്കടലിലെയാണ്, ചെങ്കടലിൻ്റെ ഭാഗമാണ്. ഈ അക്വാബ ഉൾക്കടൽ കടന്നാൽ നേരെ അക്കരെ കാണുന്ന ഭാഗമാണ് ഇന്നത്തെ സൗദി അറേബ്യ, അല്ലെങ്കിൽ നമ്മൾ അറേബ്യൻ പെനിൻസുല എന്നൊക്കെ പറയുന്ന ആ ഭൂവിഭാഗം. ഈ ക്രോസാണ് അവർ അക്കരെ കിടക്കുന്നത്. ഈ അക്കരെ കിടക്കുന്ന ആ ഭൂപ്രദേശം നമ്മളൽപ്പം പഠിക്കാനോ. മരുഭൂമിയിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം, ചില സ്ഥലങ്ങളിൽ പടുകുറ്റൻ മലകളുണ്ട്. ഈ മലകളിൽ ഏതാണ്ട് ചുവന്ന നിറമുള്ള ഒരുതരം കല്ലുകളാണ്. ബ്ലേഡിന് വെട്ടുന്ന പോലെ നമ്മുടെ കൈകാലുകളൊക്കെ മുറിഞ്ഞു പോകുന്ന തരത്തിൽ ഈ കല്ലുകൾ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന മലയാ. അതിലൊരു കല്ലിളകിയാൽ ബാക്കി മുഴുവൻ ഇടിഞ്ഞോട്ട് വീഴും. അതുകൊണ്ട് സർക്കാർ ഇപ്പോഴും വലയൊക്കെ കെട്ടി ഫെൻസ് ചെയ്ത് കല്ലിളകാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന ഭൂഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ 2 പടുകൂറ്റൻ മലകളാണ്, ശക്തിമത്തായ മലകളാണ്. ആ ഇടനാഴി കടന്ന് അക്കരയിലേക്ക് പ്രവേശിക്കാൻ ഒരുമ്പെടുമ്പോൾ തൊട്ടു പിന്നാലെ ഫറവോടെ സേന, മുമ്പിൽ ആർത്തലക്കുന്ന അക്വാവക്കടൽ, അതായത് ചെങ്കടലിൻ്റെ ഇങ്ങേ വാല്. അക്കരെ കടക്കാൻ വിഷമിക്കുന്ന ജനം ഭാരങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് ഏതെങ്കിലും നിലയിൽ ഈ മലയിലേക്കൊന്ന് ഇരമ്പി കയറിയാൽ കല്ലുകൾ ഓരോ നിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീണ് വലിയൊരു സംഹാരനാശം അവിടെ നടക്കും. ഒരുവൻ്റെ മീതെ അടുത്ത കല്ല് വീഴും, ആളുകൾ പരിഭ്രാന്തരാകും. ചുരുക്കി പറഞ്ഞാൽ ആർത്തലയ്ക്കുന്ന കടലവിടെ, പിന്നാലെ വരുന്ന ശത്രുവിൻ്റെ നിര, 2 ഭാഗത്തും പടുകുറ്റൻ മലനിര, എങ്ങോട്ടും പോകാനാവാത്ത പ്രതിസന്ധിയുടെ മുൾമുനയിൽ ഇവിടെ കൊണ്ട് നിർത്തിയാണ് ദൈവം തൻ്റെ മകൻ്റെ പക്കലുള്ള അതിശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ കരുത്ത് തെളിയിച്ചതെങ്കിൽ ചിലതരം പ്രതിസന്ധികൾ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ നിന്നയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് പറയണം, ഇവിടെയും തോൽക്കാനല്ല, എൻ്റെ മീതെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഇവിടെയും വെട്ടിപ്പിടിച്ച് അതിശക്തമായി മുമ്പോട്ട് പോകത്തക്ക വിധം ഒരാത്മനിയോഗം എൻ്റെ ജീവിതത്തിൽ തന്നിട്ട് ദൈവം ഇവിടെ കൊണ്ട് നിർത്തുന്നേ. അപ്പം ലീഡറുടെ വിളികേട്ട ജനാവലി പിന്നാലെ വരുന്നേ. അക്കരെ കിടക്കണമെന്ന് ആ സ്ഥലത്ത് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ. ഒന്നും ചെയ്യാനില്ലാത്ത മോശ ഹൃദയം തുറന്ന് കരഞ്ഞു. ഹൃദയം നിറഞ്ഞ കണ്ണീർത്തുള്ളികൾ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, മറ്റാരും കാണാതെ, കൂടെ വരുന്നവർ മനസ്സിലാക്കാതെ, അവരരികിലേക്ക് ഈ സന്ദേശം എത്തിക്കാതെ ഏങ്ങലടിക്കുന്ന ഹൃദയത്തോടെ ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ, അക്വാ കടലിൻ്റെ മുമ്പിൽ, 2 പടുകുറ്റൻ മലകളുടെ നടുവിൽ 600,000 ഒപ്പം ശത്രു സൈന്യം പിന്നിൽ ഇവിടെ വന്ന് നിന്ന് പൊട്ടിക്കരയുമ്പോൾ തമ്പുരാൻ അവൻ്റെ കാതിൽ, അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തഴുകിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു കാണും. കരയാതെ. എന്തിനാ കരയുന്നു? അറിയാമെങ്കിലും ഈ ഒരു ചോദ്യം ആശ്വാസത്തിൻ്റെ ചോദ്യം അല്ലേ? കരയാതെ. എന്നിട്ട് ദൈവം
അവൻ്റെ കാതിൽ മന്ത്രിച്ചു അടുത്തൊരു ചോദ്യം. അതെൻ്റെ ഒരു സങ്കല്പമാണ്, അതിന് കുറേ യാഥാർത്ഥ്യം ഉണ്ട് കേട്ടോ. കുഞ്ഞേ, കരയാതെ. ആട്ടെ, നിൻ്റെ പേരെന്താ? പേരെന്താ? മോശ എന്ത് പറഞ്ഞു കാണും? പേര് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കാണും? മോശ. ആകട്ടെ, ഈ മോശ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു നല്ല പേരാണോ? സാവു സാറേ, നല്ല പേരാണോ? മോശ എന്നുള്ള നല്ല പേരാണോ? അല്ലെന്ന്. ഇംഗ്ലീഷിൽ പറഞ്ഞാലും നല്ലതല്ല. മോശ എന്നൊക്കെ പറഞ്ഞൊരു നല്ല പേരല്ലെന്ന് അർത്ഥം വെച്ചാൽ പറഞ്ഞു. തെളിയെന്താ? നമ്മളൊരു കുഞ്ഞിന് പേരിടുന്നത് അവനൊരു അപകടം ഉണ്ടായതിനോട് ബന്ധപ്പെട്ടാണോ? കരണ്ടടിച്ചവൻ, തെങ്ങേന്ന് വീണവൻ, സൈക്കിളിൽ നിന്ന് വീണവൻ, അങ്ങനെ പേരിടുവോ? പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാലും അങ്ങനെയാണോ പേരിടുന്നത്? അതുപോലെ ഈ പേര്, ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു, അതാ പറഞ്ഞു. അല്ല, വേറെ കുഴപ്പമുണ്ടെന്നല്ല, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. നദിയുടെ പുത്രൻ മോശ, നദിയിൽ നിന്ന് കിട്ടിയ ആൾ, വെള്ളത്തിൽ നിന്ന് കിട്ടിയ ആൾ. നമുക്കാർക്കെങ്കിലും അങ്ങനെ പേരുണ്ടോ? ഇല്ല. പിന്നെന്താ ഈ പേര് മാറ്റാഞ്ഞേ? അതിന് കാരണം ഇത്രേ ഉള്ളൂ, വെള്ളമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു പേരുണ്ടായത്. പ്രതിസന്ധിയ ഭക്തന് പേര് തരുന്നത്. ആർത്തലക്കുന്ന നീലനദിയിൽ നിന്ന് കിട്ടിയ പേര് അങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല. പ്രാപിച്ചെടുത്ത ആ പേരിനെ മുക്കാൻ ശേഷിയുള്ള ഒരു ചെങ്കടലും ഇതുവഴി ഒഴുകുന്നില്ല. 3 മാസം പ്രായമുള്ളപ്പോൾ ഈ നീലനദിയെ വെട്ടി ജയമെടുത്ത പേരാ നിന്നിൽ പതിഞ്ഞതെങ്കിലേ നിന്റെ പേരൊന്നോർത്താ മതി, നീ ജയിക്കുന്ന ദിവസമാണ്. ഒന്നുകൂടി പറയാം അർത്ഥം. മകനെ, നിന്റെ പേര് മോസസ് അല്ലെങ്കിൽ മോശ. പണ്ട് നിന്നെ ഒരാൾ ഒറ്റയ്ക്ക് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെങ്കിൽ ഇന്ന് നീ നിന്റെ പേരിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ദിവസമാണ്. പേരിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ദിവസമാണ്. പേരിൻ്റെ പിന്നിൽ ഒരു പുത്തൻ പവർ വെളിപ്പെട്ട് വരുന്ന ദിവസമാണ്. പണ്ട് നീ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടെങ്കിൽ 600,000 നീ ഇന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. 600,000 ഒറ്റക്കെട്ടായി ഈ ചെങ്കടൽ കടന്ന് അക്കരകെത്തുമ്പോൾ ഒരു മോശയെ കണ്ട് ഭയപ്പെട്ടവൻ 1000 അല്ല 600,000 കണ്ട് അത്ഭുതം കൊള്ളുമാറ് നിന്റെ പേരിന് വില തരാനാ ഈ പ്രതിസന്ധിയുടെ മുനമ്പത്ത് നിന്നെ കൊണ്ട് നിർത്തിയത്. അതുകൊണ്ട് ഞാനും നിങ്ങളും വന്നെത്തിയ ചില സ്ഥലം കണ്ട് ആശങ്ക വേണ്ട. വില വർദ്ധിപ്പിക്കുന്ന പേരാ എനിക്ക് നിങ്ങൾക്ക് അവൻ തന്നതെങ്കിൽ, വില വർദ്ധിപ്പിക്കുന്ന അനുഭവമാണ് തന്നെങ്കിൽ, പിമ്പിലുള്ളതിനെ മറന്ന് ക്രിസ്തുയേശുവിൻ്റെ വിളിയുടെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി ഓടുവാൻ നമുക്ക് കിട്ടിയ അവസരങ്ങളെ കളയാതെ കരുത്തോടെ ശക്തിയോടെ നമുക്ക് യേശുവിനെ അനുധാവനം ചെയ്യണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു. ഇസ്രായേൽ മക്കൾ അക്കരെ കടന്ന ആ ഭൂപ്രദേശം ഈ പുരാവസ്തു ഗവേഷകർ കൃത്യം കണ്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രസകരമായൊരു കാര്യം, ഈ കടലിൻ്റെ 2 ഭാഗത്തും അതിശക്തമായ ചെളിയും മണ്ണുമൊക്കെ പുതഞ്ഞ് മനുഷ്യൻ ചവിട്ടിയാൽ കാല് താന്നു പോകുന്ന വിധത്തിലാണെങ്കിൽ, ഇതിൻ്റെ പ്രത്യേക ഒരു ഭാഗത്തു കൂടി അക്കരെ ഇക്കരെ കടക്കാൻ പാകത്തിന് നല്ല ഉറപ്പുള്ള ചെങ്കല്ലിന് സമാനമായ ഒരു പാത പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. എന്താ മനസ്സിലായി? ഒരു ഹൈവേക്ക് സമാനമായ വഴി ആ കടലിൻ്റെ നടുവിൽ കണ്ടെത്തി. ഫറവോയും മറ്റും ഉപയോഗിച്ച അക്കാലഘട്ടത്തിലെ പലതരം വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ജോസഫ് പി ഫ്രീ എന്നറിയപ്പെടുന്ന ഒരു പുരാവസ്തു സയൻറ്റിസ്റ്റ് ഉണ്ട്. അവരെ പഠനങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ എന്തിനാ അവിടെ പറഞ്ഞെന്നറിയണ്ടേ? ഈ സ്ഥലത്ത് മാത്രം ഉറപ്പേറിയ മണ്ണ് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, ഈ ചെങ്കടൽ വിരിക്കുന്നതിന് മുമ്പ് ഉറപ്പുള്ള പാറ ഉണ്ടാക്കിയിട്ടാണ് അതിന് മീതെ കൂടി പ്രതിസന്ധിയുടെ ചെങ്കടൽ വിരിച്ചതെങ്കിൽ ഏത് കഷ്ടതയ്ക്കകത്തും ഭക്തൻ അക്കരെ കടക്കാൻ, ക്ഷേമത്തോടെ അക്കരെ കടക്കാൻ വഴിയൊരുക്കുന്ന ദൈവം
ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ജയോത്സവത്തോട് അവിടം താണ്ടി ഇക്കര കടന്നു വന്ന ദൈവത്തിൻ്റെ ജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ ദൈവകരത്തിൽ മുറുകെ പിടിച്ചിട്ട് ഈ ചെങ്കടലും താണ്ടി ജയത്തോട് നമുക്ക് അക്കരെ പോകണം. ആമേൻ. ഞാൻ അക്കരെ കയറി സമാഗമന കൂടാരം, അനുബന്ധ സൗകര്യങ്ങൾ, ഇങ്ങനെ പലതുകൊണ്ട് നമ്മുടെ സമയക്കുറവുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ വരും വഴിക്ക് നെബോയുടെ ഉയരങ്ങളിൽ, അതായത് യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ, അവിടെ വച്ച് മോശയ്ക്ക് മരിക്കാനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. ഇവിടെ വച്ച് നീ മരിക്കും, എൻ്റെ പിതാക്കന്മാരുടെ നീ ചെന്ന് ചേരും. അതിന് മുമ്പ് ഈ വാഗ്ദത്ത ദേശമെല്ലാം കണ്ടു. അതൊരു ഗംഭീര കാഴ്ചയാണ്. ഫെർട്ടൈൽ ക്രസൻറ്റ്, ഫലപുഷ്ടിയുള്ള ചന്ദ്രക്കല എന്ന് വിളിക്കുമാറ് ഈ മലയുടെ മുകളിൽ നിന്ന് അക്കരെ നോക്കിയാൽ എന്തൊരു ഭംഗിയെന്നറിയണ്ടേ. ആ കാഴ്ച വിശരിക്കാൻ പറ്റില്ല. ഈ കാഴ്ചയെല്ലാം മോശ കണ്ടിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും വാഗ്ദത്തം ചെയ്ത ഭൂമി. നീ പക്ഷേ അവിടെ കടക്കില്ല. നമ്മളാണ് എങ്ങനെ പ്രതികരിച്ചേനെ? മോശ സമരം ചെയ്തോ? ഒരു സമരമില്ല. ഇവിടെയാണ് ആ മനുഷ്യൻ്റെ പക്വതയുടെ ആഴം. തിരിച്ചൊന്നും പറയാതെ, ഒരു പരിഭവം പറയാതെ മോശ തമ്പുരാൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്ന അവിടെയാ. മോശ പറയുക, കർത്താവേ, അറ്റ്ലീസ്റ്റ് ഈ ചെങ്കടലും കടന്ന് ഇവിടെ വന്ന 600,000 പരിപാലിച്ച എനിക്ക് യോർദാനും കടന്ന് അക്കരെ ചെന്ന് ഒരു ദിവസം കഴിഞ്ഞ് വാഗ്ദത്ത ഭൂമിയിൽ ഒന്ന് പാദമർന്ന് ആ വാഗ്ദത്ത ഭൂമി യോശുവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ശേഷം എനിക്ക് മരിച്ചാൽ മതി. ഇതെൻ്റെ ഒരു മിനിമം റൈറ്റാണ്, ഇതെൻ്റെ അവകാശമാണ്. അവകാശമല്ലേ? അവകാശമാണ്. മോശ പറഞ്ഞോ? മോശ ചൂടായോ? ക്ഷുഭിതനായോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവം മോശയോട് പറഞ്ഞ ഈ കാര്യം നമ്മുടെ യോനയോടാണ് പറഞ്ഞെങ്കിൽ യോന എന്തെല്ലാം പുകിലുണ്ടാക്കിയാണ് അവിടെ കിടന്നു. എന്നെ വിളിച്ചുകൊണ്ട് വന്നേക്കുക അല്ലേ? ആലമ്പുണ്ടാക്കിയതിനെ അവിടെ കിടന്നു, ശല്യം ചെയ്തതിനെ അവിടെ കിടന്നു. ഇറിറ്റേഷൻ കാരണം ദൈവം പറഞ്ഞേനെ, പോകൂ. നമ്മളെല്ലാം ഇങ്ങനെ വിട്ടേക്കുന്നത്. അല്ല, മര്യാദ കൊണ്ടല്ല. നമ്മളെ കണ്ടിട്ട് കർത്താവ് പറയാ, പോകൂ, യോഗം കൂടി വെച്ചു വാ, പോയി പ്രസംഗിച്ചു, പോയി പാടിക്കൂ. എന്താ കാരണം? ഈ സ്ട്രഗിൾ ചെയ്യുക. പക്ഷെ മോശ പറഞ്ഞു, ഓക്കെ, ആകട്ടെ. എത്ര വലിപ്പമുള്ളൊരു ഹൃദയം അല്ലേ? എത്ര വലിയൊരു ഹൃദയം. ആർക്ക് ഇന്ന് അങ്ങനെ പറയാൻ സാധിക്കും? നമ്മളൊക്കെ അജണ്ടകൾ സെറ്റ് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ? ദർശനങ്ങൾക്ക് പകരം അജണ്ടകളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? വിഷൻ, ദർശനങ്ങൾ, ഇതിന് പകരം സങ്കല്പങ്ങളും ഭാവനകളുമല്ലേ നമ്മൾ കൊണ്ടു നടക്കുന്നത്? പക്ഷെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്രവൃത്തി ദാ ഇവിടെ തീരുമെന്ന് പറഞ്ഞപ്പോൾ എഗ്രി ചെയ്യുന്ന, അംഗീകരിക്കുന്ന ഒരു മോശ മരിച്ചു. അടുത്തതാണ് അത്ഭുതം. വചനം എഴുതിയിരിക്കുക, മോശ എന്ന മനുഷ്യനെ എവിടെ അടക്കം ചെയ്തു എന്ന് ഇന്നുവരെ ആരും അറിയുന്നില്ല. വായിച്ചിട്ടുണ്ടോ? എന്നാൽ ഇവിടുന്ന് ഈ സ്ഥലം കാണിക്കാൻ ചെല്ലുന്ന ആളുകൾ ഏതോ ഒരു വല്യപ്പൻ്റെ കല്ലറ കാണിച്ചിട്ട് പറയും, ഇത് മോശയുടെയാണ്. മോശയുടെയാണോ? ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുക ഇന്നുവരെ ആരും അറിയുന്നില്ലെന്നും. പിന്നെ ഇയാളെങ്ങനെ അറിഞ്ഞു? നമ്മുടെ ഒരു പ്രസംഗൻ ആവേശം കയറിയപ്പോൾ ഈ കല്ലറയുടെ അടിയിൽ നിന്ന് യേശുവിൻ്റെ നോഹയുടെ പെട്ടകത്തിൻ്റെ ദേവാലയത്തിലെ പെട്ടകം കിട്ടിയെന്നും അതിലൊരു ചോരത്തുള്ളി വീണെന്നും കേട്ടിട്ടില്ല ഈ കഥ? ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് ചോദിച്ചു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഇൻഫർമേഷൻ? അദ്ദേഹം പറയുക, ഇതൊക്കെ സത്യമാണ്. ഇസ്രയേൽ ഗവൺമെൻറ് ഈ രഹസ്യം പുറത്തു വിടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ആ പെട്ടകമെല്ലാം കിട്ടി, ബ്ലഡ് യേശുവിൻ്റെതാണെന്ന് ടെസ്റ്റിൽ തെളിഞ്ഞു. ഞാൻ ചോദിച്ചു, ഇസ്രയേൽ ഗവൺമെൻറ് രഹസ്യമായിട്ട് വെച്ചത് അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. ആലോചിച്ച് നോക്കണം. ഇസ്രയേൽ ഗവൺമെൻറ്
രഹസ്യമായിട്ട് വെച്ചത് സ്പൈ വർക്ക് ചെയ്ത് നമ്മുടെ അച്ഛൻ അറിഞ്ഞു. പക്ഷെ എന്തൊരു കൃപയാന്നാലോചിച്ച പോട്ടെ. എന്ന് പറഞ്ഞാലേ ഈ മോശ എന്ന മനുഷ്യൻ എവിടെ അടക്കി നിന്ന് വരെ ആരും അറിയുന്നില്ല. ഇതുപോലൊരു പ്രശ്നമാണ്. ചില ഈ മസ്കറ്റിലൊക്കെ ചെന്നിട്ട് ഏതോ ഒരു കാർന്നവരുടെ കല്ലറയ്ക്ക് അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് പറയും ഇയ്യോബിൻ്റെ കല്ലറയാണ്. ബൈബിളിലെ ഇയ്യോബ് ആ പഞ്ചായത്ത് വഴി വെറുതെ പോലും പോയിട്ടില്ല. മനസ്സിലായില്ലേ? ആ വഴിക്ക് പോയിട്ടില്ല. അതിൻ്റെ ഒരു 100 കിലോമീറ്റർ റേഡിയസിൽ എങ്ങും പോയിട്ടില്ല. ചുമ്മാ കെട്ടുകഥയാ, വിശ്വസിക്കരുത്. അത് വിട്ടേക്ക്. സലാലയിലെ കല്ലറ ബൈബിളിലെ ജോബിൻ്റെ അല്ല. മനസ്സിലായോ? ഇതുപോലെ മോശ എന്ന മനുഷ്യനെ എവിടെ അടക്കം ചെയ്തു എന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ല. ഒരു പ്രശ്നം, ധന്യനായ ദാവീദിൻ കല്ലറ യെരൂശലേമിലുണ്ട്. അബ്രഹാം സാറായൊക്കെ അടക്കിയ മക്പേല ഗുഹ ഇന്നും അവിടെയുണ്ട്. ബെന്യാമിൻ്റെ അതിരിങ്കല സേൽസയിൽ റാഹേലിൻ്റെ കല്ലറ ഒരു കുഴപ്പമില്ല കിടപ്പുണ്ട്. നസ്രയനായ യേശുവിൻ്റെ കല്ലറയും അസൈൻ ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മോശയുടെ കല്ലറ, ശവകുടീരം എവിടെയെന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ല. അതെന്താണ് കാരണം? മോശയുടെ കല്ലറയുടെ സ്ഥാനം എവിടേക്കെന്നാരും അറിയുന്നില്ല. ഒറ്റ വിധത്തിൽ ഞാൻ എൻ്റെ മറുപടി പറയാം. ഈ മോശയുടെ മരണം, ആ ശവമടക്ക് നമ്മളാരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഗംഭീര സംഭവമൊന്നും അല്ല. ഏതോ ഒരു ദുരൂഹത ആ ശവസംസ്കാരത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. മരണത്തെ ചുറ്റിപ്പറ്റിയല്ല, ശവസംസ്കാരത്തെ. മരണത്തെ ചുറ്റിപ്പറ്റി ദുരൂഹതയുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞാൽ മതി, പോലീസ് കേസെടുക്കും. ഇന്ന് പറഞ്ഞാലും മതി, ചുമ്മാ പറഞ്ഞാൽ മതി, കളിയങ്ങ് മാറും. അവരുടെ ജോലിയാത്, അതാ കളി. ശവസംസ്കാരത്തിൽ ഒരു ദുരൂഹത, അത് പറയാം. കാരണം ആരാ ശവടക്കിയെ, എന്തെല്ലാം ശുശ്രൂഷയാണ് ചെയ്തേ? ദാനിയേലേ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞോ, റീത്ത് വെച്ചോ, ചായ കൊടുത്തോ, കാപ്പി കൊടുത്തോ, ഇതൊന്നും അറിയില്ലെന്ന് മാത്രമല്ല, ശവകുടീരം എവിടെയെന്നും അറിയില്ല. പഠിക്കണം. ധന്യനായ ഏലിയ എവിടുത്തുകാരനെന്നറിയാം. തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്, മറ്റൊന്നും അറിയില്ല. അറിയോ? അറിയില്ല. എവിടേക്ക് പോയി എന്നറിയാം, മരണം കാണാതെ എടുക്കപ്പെട്ടു. ധന്യനായ മോശ എവിടുത്തുകാരൻ, ആരാണ് മാതാപിതാക്കൾ, എവിടുന്ന് വന്നു എന്നറിയാം, എവിടേക്ക് പോയി എന്നറിയില്ല. ഇവർ തമ്മിലുള്ള സവിശേഷത മനസ്സിലായോ? ഒരാൾ എവിടുന്ന് വന്നു വലിയ ഡീറ്റെയിൽ ഇല്ല, എവിടേക്ക് പോയി കൃത്യം ഡീറ്റെയിൽ ഉണ്ട്, മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇനി ഇതിലൊരാൾ, ദൈവപുരുഷനായ മോശയുടെ മരണം, മരിച്ചു എന്നുള്ള ഉറപ്പ്, മരണശേഷം എന്ത് സംഭവിച്ചു അത്ര പ്രകടമല്ല. എന്നാൽ അന്ന് അവിടെ ചില വാക്കിലേറ്റങ്ങളും ചില നമ്മുടെ മലയാള ഭാഷയിൽ മധുരാങ്കുറു പറയുന്ന പോലെ ചില ഈശാപോഷമൊക്കെ അവിടെ ഉണ്ടായി. വെള്ളം അടിച്ചേച്ച് വന്നവരൊന്നുമല്ല ബഹളം ഉണ്ടാക്കിയേ. നിങ്ങൾ കണ്ട ഈ മരണ വീട്ടിലും കല്യാണ വീട്ടിലും വന്ന് വഴക്കുണ്ടാക്കുന്ന ആരും നാട്ടുകാരുമല്ല, വീട്ടുകാരുമല്ല, പിന്നെ ആരാന്നറിയോ? കട്ടപ്പനയിലെ ചാച്ചൻ്റെ മോനും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കട്ടപ്പനയിലെ ചാച്ചൻ്റെ മോനും മുണ്ടക്കത്തെ കുഞ്ഞമ്മയുടെ മോനും തമ്മിലാ ആ അടിയല്ല. പിന്നെ നാട്ടുകാർ ആശീർവാദം പറഞ്ഞോളൂ, നമ്മളൊന്ന് മാറിക്കൊടുത്താൽ മതി. നമുക്ക് നാട്ടുകാരെ കൊണ്ട് ആവശ്യം. കട്ടപ്പനയിലെ ചാച്ചൻ അല്ലേ, പോട്ടെ. അടിമാലിലെ കുഞ്ചാനൊക്കെ വന്ന വഴിക്ക് പോവും. അയാളെ നോക്കി ചിരിച്ചില്ലെന്ന്, മരണത്തിൻ്റെ അന്ന് നമ്മൾ നോക്കി ചിരിച്ചില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ കിടന്ന് വെള്ളം വെക്കുന്നേ. എന്നിട്ട് നീ കണ്ടായിരുന്നോ അളിയൻ എന്നെ നോക്കിയൊന്നും ചിരിച്ചില്ലെന്ന്. അതിനായി അടിയല്ല അവിടെ. മരണത്തിൻ്റെ അന്ന്, മോശയുടെ മരണത്തിൻ്റെ അന്നേ ബഹളം ആരൊക്കെയാണെന്ന് അറിയണ്ടേ? പിശാചും ദൂതനും തമ്മിൽ. ആ പിശാചുക്കൾ മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചു. ഞങ്ങൾക്കിത് വേണം. മീഖായേൽ എന്തു പറഞ്ഞു? പ്രധാന ദൂതനായ മീഖായേൽ ഒരു ദൂഷണ വിധി ഉച്ചരിക്കാതെ പറഞ്ഞു, യഹോവ നിന്നെ വത്സിക്കട്ടെ. ഇത് പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല, പുതിയ നിയമത്തിലാണ് ഉള്ളത്.
ഒരു കാര്യം മനസ്സിലായോ? മരണത്തിൻ്റെ അന്നേ പൈശാചിക മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ ഒരു സംഘട്ടനം. ഈ മരണത്തെ ചൊല്ലി ഒരു സംഘട്ടനം വരാൻ കാരണമെന്തെന്ന് ഞാൻ കുറേ അന്വേഷിച്ച് കിട്ടിയ ഒരു നിർദ്ദേശമാണ് പറയുന്നത്. ഇത് ഫൈനലല്ല. വേദാധ്യാപകരും മുതിർന്ന ദിവസന്മാരും ഒക്കെ തെറ്റുണ്ട്, തിരുത്തിക്കോണം കേട്ടോ സാറേ. എന്നാണെന്നറിയണ്ടേ, ഈ മോശ എന്ന മനുഷ്യൻ ദൈവത്തെ അഭിമുഖം കണ്ട ശേഷം അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു. അങ്ങനല്ലേ? ത്വക്ക് പ്രകാശിച്ചു. ഏദനിൽ ആദം ഹവ്വമാർ തേജസ്സാർന്ന രൂപത്തിൽ നിന്ന് പാപം ചെയ്തപ്പോൾ അവരുടെ തേജസ്, അവരുടെ ചൈതന്യം അവരെ വിട്ടുമാറി. അതിനുശേഷം തേജസ്സുള്ള ചൈതന്യമുള്ള ഒരു മനുഷ്യനെയും ലോകം കാണാതെ വന്നപ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യം കണ്ട മോശയുടെ ത്വക്ക് പ്രകാശിച്ചപ്പോൾ സാത്താനൊരു സംശയം, ഞാൻ ഏതനി കളഞ്ഞത് ഇയാളിത് ഇവിടുന്ന് സംഘടിപ്പിച്ചത്. മനസ്സിലായോ? ഞാൻ ഏതനി കളഞ്ഞ സാധനം ഇദ്ദേഹം ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? അന്ന് മുതൽ മോശ ജനത്തോട് സംസാരിക്കുമ്പോൾ ഒരു ശിരോവസ്ത്രം കൊണ്ട് മുഖം ഇങ്ങനെ മൂടും. എന്തിനാ? തേജസ്സിൻ്റെ ആധിക്യം ജനത്തെ ആ അമ്പരപ്പുളവാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ എല്ലാ ആളുകളും, ഈ ദിവ്യന്മാരെല്ലാം തലയിലൊരു തുണി ഇട്ടു. അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ പാരമ്പര്യ. എന്തോ ഒരു തേജസ്സാന്ന് നോക്കി. സാറിന് മനസ്സിലായോ? തേജസ് കാരണം പോകാൻ പറ്റും. ഇങ്ങനെ മൂടി പൊതിഞ്ഞിട്ടിരിക്കുക. പോട്ടെ. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞു വന്നതേ, പിശാച് നോക്കുമ്പോൾ മോശ എന്ന മനുഷ്യൻ നമ്മളാരും കിടക്കുന്ന പോലല്ല മരിച്ചു കിടക്കുന്നത്. അല്ല, ജ്വലിക്കുന്ന ശരീരത്തിൽ തേജോ രൂപിയായിട്ട് കിടക്കുമ്പോൾ Satan power wanted to know the secret behind the glory of the body of Moses. മോശയുടെ ശരീരത്തിന് ഇതെങ്ങനെ കിട്ടി? ഈ ടെക്നോളജി ഒന്ന് പഠിക്കണമെന്ന്. ഈ ബോഡി കിട്ടിയ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പോലെ ഇതിങ്ങ് തരാൻ. എന്നിട്ട് ഇത് ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനായിരിക്കണം. നമുക്കെല്ലാം അല്പാൽപ്പം തേജസ് വെച്ച് തരാനായിരിക്കണം അല്ലേ? ഇതൊന്ന് പഠിക്കണം. ദൂതം പറഞ്ഞപ്പോൾ യഹോവ നിന്നെ ബലസിക്കട്ടെ. അപ്പോൾ പുള്ളി പറയാ, ഇവൻ ഞങ്ങളുടെ ആളാ, ഞങ്ങൾക്ക് വേണം. കൊടുത്തോ. ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ദൂതന്മാർ മോശയെ സംസ്കരിച്ചു. നമ്മളെ ഏൽപ്പിച്ചില്ല. സ്ഥലം എവിടാന്ന് പോലും അറിയില്ല. തീർന്നില്ല. ഈ ശവശരീരം ഇങ്ങനല്ല, നാട്ടു നടപ്പനുസരിച്ച് സംസ്കരിച്ചു എന്നും കൂട്ടിക്കോ, എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാവുള്ളൂ. മോശ മരിച്ചു, അടക്കാൻ റെഡിയായി. കൗൺസിലും കമ്മിറ്റിയെല്ലാം കൂടി. ആളുകളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ചെറുപ്പക്കാർ ഓടുന്നു, ഫ്ലക്സ് അടിക്കുന്നു, ചായക്ക് ഏർപ്പാട് ചെയ്യുന്നു, പാട്ടുകാരെ വിളിക്കുന്നു, ഇങ്ങനെ സൗണ്ട് കൊണ്ടിരുന്നു. ഭയങ്കര ഗംഭീര പരിപാടിയാ. കൂട്ടത്തിലൊരു കാരണം അവർ ചോദിച്ചു കാണും, മക്കളെ എന്നാ പരിപാടി? അത് അങ്ങളെ മോശ മരിച്ചു, ശവടക്ക. അത് മനസ്സിലായി. നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താ? മോശയുടെ ശവടക്ക്. അതും മനസ്സിലായി. ഈ മോശ ആരാ? മോശ ആരാന്ന് അപ്പച്ചന് അറിയത്തില്ലേ? എനിക്കറിയാം. നിങ്ങൾ പറ ആരാ? അതേ, നമ്മുടെ നേതാവ് അല്ല, നമ്മുടെ ജനനായകൻ അല്ല, ദൈവം നമുക്ക് വേണ്ടി അല്ല. കളി മാറും. പോയിട്ടേ ഈജിപ്തിലെ വില്ലേജിലെ രേഖകൾ പരിശോധിക്കണ ആൾ ആരാന്ന് എഴുതിയിട്ടുണ്ട്. നിയമം പറയുമ്പോഴതാ നമ്മൾ പറയുന്ന നല്ല കാര്യം. പിടികിട്ടിയോ? ഭർത്താവ് മരിച്ചുപോയാ ബോഡിയുടെ അവകാശി ഭാര്യ. ആരാന്നറിയണ വില്ലേജിലെ രേഖ വേണം. നമ്മൾ പറഞ്ഞ ഒക്കത്തില്ല. നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല, വില്ലേജ് ഓഫീസറാ, പോലീസ് പോലും അല്ല. മനസ്സിലായില്ലേ? നമ്മുടെ അപ്പനാരാ അമ്മ ആരാ നമ്മളാരാന്ന് തീരുമാനിക്കുന്ന വില്ലേജ് ഓഫീസറാണ്. സർക്കാർ അതേ വിശ്വസിക്കുള്ളൂ. പേപ്പർ വേണം. പിടികിട്ടിയോ? ഈജിപ്തിലെ വില്ലേജിലെ രേഖകൾ പരതുക. ആളാരാന്നറിയണ്ടേ? ഇതേ ഫറവോടെ പുത്രിയുടെ മകൻ. മനസ്സിലായോ? രാജകുമാരനായി കിടക്കുന്നതെന്ന്.
രാജാവാ, ചുമ്മാ തോന്നും പോലെ അടക്കാൻ പറ്റില്ല, പ്രോട്ടോക്കോളുണ്ട്. ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റില്ല, കളി മാറും. ഓരോരുത്തർക്കും പറ്റിയ നിലയുണ്ട്, രീതിയുണ്ടേ. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അടക്കാവൂ, അതാ നിയമം. അജ്ഞാത മൃതശരീരം കിട്ടിയാലും അവൻ്റെ മതവും സംസ്കാരവും ഒക്കെ ഗ്രഹിച്ചിട്ടേ ആ മതത്തിൻ്റെ കർമ്മിയെ വിളിച്ചിട്ട് ചടങ്ങെല്ലാം നടത്തി സർക്കാർ സംസ്കരിക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം. മനസ്സിലായോ? പാത്രത്തിലൊക്കെ ഇട്ടിട്ടേ നമ്മുടെ ഒരു ബോഡി വഴി കിടന്ന് കിട്ടിയാൽ ഇത് ആളാരാന്ന് ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ ആ മതത്തിൻ്റെ കർമ്മിയെ വിളിച്ചുകൊണ്ട് ആചാരങ്ങളെല്ലാം ചെയ്ത് അന്തസാർന്ന് അടക്കം കൊടുക്കണമെന്നാണ് ഇന്നും നമ്മുടെ രാജ്യത്തിലെ നിയമം. പിടികിട്ടിയോ? അങ്ങനെയെങ്കിൽ ഇത് അടക്കാൻ നിയമമുണ്ട്. എന്ത് നിയമം? 13 ഏക്കറിലാ ഈജിപ്തിലെ ഫറവോ കിടക്കുന്നെങ്കിലേ നമുക്കിവനൊരു 130 ഏക്കർ കട്ട പിടിക്കാൻ പണ്ടേ നമുക്കറിയാമല്ലോ. കട്ട പിടിച്ചൊരു പടുകുറ്റൻ പിരമിഡ്, മുളം തണ്ടുകൊണ്ടുവരണം, മൂക്കിൽ കെട്ടണം, ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിക്കണം, ബോഡി മമ്മിഫൈ ചെയ്യണം, ദാണ്ട് ഇവിടെ അടക്കണം. പിടികിട്ടിയോ? ഫറവോ പുറകെ വരുന്നുണ്ട്, കളി മാറും. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം വരും, കളി മാറും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ അടക്കേണ്ടി വരും. ഇതിനെ വിട്ടുകൊടുക്കാതെ മോശ എന്ന മനുഷ്യനെ എവിടെ അടക്കിയെന്ന് ആരും അറിയുന്നില്ല. മനസ്സിലായ ദൈവമക്കൾക്ക്? ഞാനിത് അവസാനിപ്പിക്കാം. ഇവരക്കരെ കിടന്നങ്ങ് പോയി. ലീഡർഷിപ്പ് ആർക്കാ? യോശുവ. യോർദാനും കടന്നക്കര കടന്ന് എരിഹോ കീഴടക്കി, ഹായിപ്പട്ടണം കീഴടക്കി, ബഥേൽ കീഴടക്കി, ഗിൽഗാൽ കീഴടക്കി. ഇവരങ്ങ് പോവാ, അവരങ്ങ് പോക്കോട്ടെ. ഞാനിങ്ങനെ ഉപസംഹരിക്കാം. 1000 ആണ്ട് കഴിഞ്ഞ് ഇവർ പോയ വഴിയിലൂടെ 2 പേർ തിരിച്ചു വരുന്നു. ശ്രദ്ധിച്ചു നോക്കണം. മോശ മരിച്ചു, അക്കരെ കയറി, പെട്ടകം കൊണ്ടുപോയി, എരിഹോ തകർത്തു, ബഥേൽ പിടിച്ചു, ഹായി പിടിച്ചു, ഗിൽഗാൽ കടന്നു. ഒരു പോക്ക. 1000 ആണ്ട് കഴിഞ്ഞ് 2 പേർ തിരിച്ചു വരുന്നു. ഒരു ഗുരുവ് ശിഷ്യനും, ഏലിയാവ് എലിശയും. ഏലിയ പറയുന്നുണ്ട്, മക്കളെ നിനക്കിനി പോകാം, സർട്ടിഫിക്കറ്റൊക്കെ ആയല്ലോ, ഗ്രാജുവേഷനൊക്കെ കിട്ടിയല്ലോ, നോട്ടൊക്കെ കുറിച്ചല്ലോ, പോക്കോ. അപ്പോഴൊക്കെ എലിശ പറയും, യഹോവയാണ് എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ പിരിയല്ല. അവസാനം ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം നിനക്ക് വേണ്ടി? മറുപടി, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. നിങ്ങളുടെ മക്കളെ 1000 ഉറുപ്പിക ഉണ്ടെങ്കിൽ 1000 ചോദിച്ചാൽ മരിക്കുന്നവനത് തന്നേച്ചു പോവാം. 2000 ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇരട്ടി. ഏലിയ പറയാ, നിനക്കത് കിട്ടും, പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ എടുക്കപ്പെടുമ്പോൾ അരികിൽ നിൽക്കാൻ, അരികിൽ നീ ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടും, ഉറപ്പാ. അവർ തിരിച്ചു വരിക, വന്ന വഴി നോക്കണം. അവരെ കർമ്മേലിൽ നിന്ന് യാത്ര തിരിച്ച് ഗിൽഗാൽ, ഗിൽഗാലിൽ നിന്ന് യാത്ര തിരിച്ച് എരിഹോ, ബഥേൽ, ബഥേലിൽ നിന്ന് യാത്ര തിരിച്ച് എരിഹോ, എരിഹോവിൽ നിന്ന് യാത്ര തിരിച്ച് യോർദാൻ. ശ്രദ്ധിച്ചേ, യോശുവയുടെ നേതൃത്വത്തിൽ പണ്ട് ഇസ്രായേൽ മക്കൾ അങ്ങോട്ട് പോയ ആ വഴിയിൽ നിങ്ങളൊരു ഗ്രാഫ് വരച്ച് നോക്കി. ജോഗ്രഫിക്കലി ഇവരങ്ങോട്ട് പോയ വഴിയിൽ 2 ആളുകൾ തിരിച്ച് 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 ഇക്കര വന്നു. ബൈബിൾ വായിച്ചാലേ മനസ്സിലാവും. ഇന്ന് തന്നെ വായിച്ചിട്ട് കിടന്നാൽ മതി, പിടികിട്ടും. കൃത്യം യോർദാൻ്റെ അടുത്ത് വന്നിട്ട് പുതപ്പ് കയ്യിലെടുത്ത് യോർദാനെ അടിച്ചക്കര കടന്നു. അക്കര കടന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങളൊന്ന് ചുറ്റിച്ചുഴഞ്ഞു നോക്കിക്കേ. ഇവിടെ എവിടെയോയാണ് ദൈവപുരുഷനായ മോശയുടെ ശവകുടീരം. കൃത്യ ലൊക്കേഷനാണെന്നല്ല, അവിടെ എവിടെയോ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. 2 പേരെ ഈ തിരിച്ചു വന്ന വഴിയിലാ ഇസ്രായേൽ മക്കൾ പണ്ട് ജയമെടുത്ത് യോർദാൻ കീറി പെട്ടകം ചുമന്ന് ആ എരിഹോവിൽ, ഹായിൽ, ബഥേലിൽ, ഗിൽഗാലിൽ
അങ്ങനെ പോയതെങ്കിൽ ഇതാ കർമ്മേലിൽ നിന്ന് ഗിൽഗാലിൽ നിന്ന് ബഥേൽ, ബഥേലിൽ നിന്ന് എരികോ, എരികോയിൽ നിന്ന് യോർദാൻ. ഇവർ പോയ അതേ വഴി. ഇരട്ടി പങ്കും വേണം. ഇക്കര കിടക്കുമ്പോൾ ഒരു കാഴ്ച. അവർ നോക്കി നിൽക്കേ, അഗ്നിമയമായ രഥം, തേരുകളും വരുന്നു. യഹോവ ദൈവപുരുഷനായ ഏലിയാവെ ചുഴലിക്കാറ്റിലെടുത്തുകൊണ്ടു. ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് എലീശ അമ്പരപ്പോടെ വിളിച്ചു പറയുക, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളും. ഏലിയാവ് എടുക്കപ്പെട്ടതല്ല. ഏലീശയുടെ അത്ഭുതം. കാരണം എടുക്കപ്പെടുമെന്ന് ഏലിയ ഓൾറെഡി പറഞ്ഞു. അജണ്ടയിലില്ലാത്തൊരു പ്രോഗ്രാം. ഏലിയാവ് എടുക്കപ്പെട്ടത് ചുഴലിക്കാറ്റിലാ. പക്ഷെ ഇവിടെ ഒരു രഥവും തേരും നിങ്ങൾക്ക് കാണാം. ഇത് കാലിയടിച്ചു പോകാൻ വന്നാണോ? ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വന്നാണോ? സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഏലിയാവ് എവിടെ എടുക്കപ്പെട്ടോ ആ സ്ഥലത്തൊരു രഥവും ആ തേരും വന്ന് നിൽക്കുന്ന കാഴ്ച, കുതിരകൾ വന്ന് നിൽക്കുന്ന കാഴ്ച. ഇവിടെ നമ്മൾ കാണാത്തൊരെടുക്കപ്പെടൽ തെളിവ് വേണോ? അവിടുന്ന് 1500 കൊല്ലം കഴിഞ്ഞ് മറുരൂപമലയിൽ നിങ്ങൾക്ക് 2 പേരെ കാണാം. ഒന്ന് ഏലിയ, ഒന്ന് മോശ. ഏലിയാവെന്നെടുക്കപ്പെട്ടു, നമുക്ക് ഉറപ്പുണ്ടെന്നാണ്. മോശയോട് ചോദിക്കുക, താങ്കൾ എപ്പോൾ ഇവിടെ വന്നു, എങ്ങനെ ഇവിടെ വന്നു? അവിടെ ഒരു കാഴ്ച കാണാം. ആർക്കും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വെണ്മയാർന്ന വസ്ത്രധാരിയായി ദൈവപുരുഷനായ ഏലിയാവോടുകൂടെ ദൈവപുരുഷനായ മോശ. അവിടെ പത്രോസ് പറയുക, 3 കുടിൽ, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. ഒരു വിഭ്രമ ലോകം പോലെ, ഒരു വിസ്മയ ലോകം പോലെ മനോഹര സ്ഥലം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ ഫറവോനിക് വില്ലേജ് കാണാൻ ഈജിപ്തിൽ ചെല്ലണം. ഫറവോന്മാരുടെ ശവശരീരമൊക്കെ ഇങ്ങനെ ധാരാളം സ്വർണ്ണ പേടകത്തിലൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണണമെങ്കിൽ നിങ്ങളൊരു $15, $15 പേ ചെയ്യണം. ഏതാണ്ട് ഒരു 10-12,000 രൂപ ചിലവ് വരും. ഇനി ആ പൈസ ഇല്ലാത്ത ആളുകൾ $1 കൊടുത്താൽ മറ്റൊരു വഴിക്ക് കൂടി വളഞ്ഞ വഴിക്ക് ഇത് കാണിച്ചു തരുന്നൊരു പരിപാടിക്ക് ആളുകൾ അവിടെ കാത്തുനിൽപ്പുണ്ട്. $1 മതി. ഏതാണ്ടൊരു $1 എന്ന് പറഞ്ഞാൽ 80 രൂപ. മറ്റേ $15 ഇത്രയും കൊടുക്കണം. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഈ മലയാളികൾക്ക് സൗജന്യം കിട്ടുമെന്ന് അവർ നോക്കുന്നത്. ഇല്ല, $1 പോട്ടെ. അതാ ഇവിടേക്ക് ഒരാൾ പ്രാർത്ഥിച്ച് അഡ്വാൻസ് കുഴിച്ചിട്ടൊരു പറമ്പിൽ. പിന്നെ ഓർത്തത് ഈ 10 രൂപയുടെ തൊട്ടിടേണ്ടി വന്നല്ലോ, ചില്ലറ ഇല്ലാത്തതുകൊണ്ട് 10 ഇട്ടെന്ന്. അല്ലേ, 1 രൂപ ഇടത്തുള്ളായിരുന്നു. ഇതാ നമ്മുടെ ആളുകളുടെ ആ രീതി. പോട്ടെ, ഏതായാലും ഈ 1 രൂപ കൊടുത്ത ഒരു കുഴപ്പമുണ്ട്. അവിടെ ചെന്ന് കാണാൻ പോകുന്ന ഒറിജിനൽ മമ്മിയല്ല, മമ്മിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കച്ചി നിറച്ച് വെച്ചേക്ക. ഈ സാധനമാണ് കണ്ടേച്ച് വരുന്നത്, വെറും കച്ചി. അങ്ങനെയാണോ പറ്റിക്കാൻ പോകുന്നത്? $15 കൊടുത്താൽ ഒറിജിനൽ മമ്മി കാണാൻ 2500 കൊല്ലം പഴക്കമുള്ളത്. പക്ഷെ കുഴപ്പം എന്താ അറിയണ്ടേ, നമ്മൾ ഈ പൈസയെ കൊടുത്ത് കാണാൻ ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ 5000 കൊല്ലം മുമ്പുള്ള ശവകുടീരത്തിൽ നിന്ന് കിട്ടിയ സാധനം. കണ്ണുകളുടെ ഭാഗത്ത് 2 കുഴി, കവിളുകളൊക്കെ ഉന്തി, ഒരു വികൃത രൂപി, ടാറിൽ മുക്കിപ്പൊക്കിയ പോലൊരു നിറം, ഒരു വല്ലാത്ത സ്മെല്ല്, കെമിക്കലിൻ്റെയാ. ഇത്രയും പണം കൊടുത്തല്ലോ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ നോക്കും, തിരിച്ചു പോകും. സ്ത്രീകളൊക്കെ വളരെ തലവേദന എടുത്ത് അവിടുന്ന് പോരുന്നത്. ഇതിനാ പറഞ്ഞതെന്ന് അറിയണ്ടേ? മോസസ് ഫറവോടെ പുത്രിയുടെ മകനെന്നറിയപ്പെട്ടിരുന്നെങ്കിൽ താങ്കൾ ഈ കിടപ്പ് കിടക്കണ്ട. താങ്കളെ കാണാൻ $15-20 കൊടുത്തിട്ടേ അറപ്പോടെ വെറുപ്പോടെ തലവലിച്ച് പുറകോട്ട് പോരണ്ട. വിശ്വാസത്താൽ നീ ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്നെണ്ണിയപ്പോൾ ദൈവം കരുതി വച്ച തേജസ്സേ
ഒരു മരണത്തിനും മറക്കാനാവാതെ മരുരൂപമലയുടെ മനോഹാരിതയിൽ 1000 സൂര്യചന്ദ്രന്മാരെ വെല്ലുന്ന പ്രഭയിൽ നിനക്കായി ഒരുക്കി വച്ച തേജസ്, അതിൻ്റെ ഒരളവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ക്രിസ്തു ചൈതന്യം വിടുതലായി അനുഗ്രഹമായി ഇന്ന് രാത്രി വ്യാപരിക്കുന്നെങ്കിൽ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്നെണ്ണുവാനുള്ള ആ മഹനീയതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ആരുണ്ടിന്ന് രാത്രി തങ്ങളേകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന ദൈവതേജസ്സിൻ്റെ കണ്ണികൾ പുത്തൻ അനുഭവമായി, പുത്തൻ പ്രഭാവമായി, പുത്തൻ ദൈവകൃപയായി നമ്മിൽ വാഴട്ടെ. ആ ദൈവകൃപയ്ക്ക് വേണ്ടി ജാഗരിക്കാം, ഉണരാം, ഒരുങ്ങാം, പോരാടാം, നിലനിൽക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.